വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ മനസ്സ് ഒരു മായക്കണ്ണാടിയാണ്. അതിൽ മുഖം നോക്കുമ്പോൾ ജനിച്ചു വളർന്ന നാടാണ് കാണുക. കൊച്ചിയിൽ ജനിച്ചു വളർന്ന എനിക്ക് എന്റെ സുഹൃത്തുക്കളാണ് എല്ലാം. പിന്നെ മാതാ പിതാ ഗുരു ദൈവം എന്നൊക്കെ പറയില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എല്ലാം എന്റെ അധ്യാപകൻ ഭരത് സാറായിരുന്നു. ഇവരെല്ലാരും കാണാൻ എന്റെ മനസ്സ് തുടിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് നാട്ടിലേക്ക് പോവാൻ തോന്നുക. പിരിഞ്ഞിരുന്ന അത്ര വർഷം ഫ്രണ്ട്സിന്റെ കൂടെ നാട്ടിൽ അടിച്ചു പൊളിച്ച് നടക്കാൻ ആഗ്രഹമായിട്ട് വയ്യ. പക്ഷെ എന്നെ വിശ്വസിച്ച ഒരു സംരംഭം, എന്റെ കോർപ്പറേറ്റ് ജോലി, പിന്നെ എന്റെ പുറകെ ചുറ്റി നടക്കുന്ന മേഘ. എന്നെ പോലുള്ള നാട്ടുമ്പുറത്തുകാരന് ഇതുപോലുള്ളൊരു സിറ്റി പെണ്ണൊന്നും ശരിയാവില്ല. പലതവണ പല സന്ദർഭങ്ങളിൽ ഞാൻ അവളോട് പറഞ്ഞു നോക്കി, പക്ഷെ അവൾ മനസ്സിലാക്കുന്നില്ല. Why are you coming home? I told you വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? നീ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഞാൻ നിന്നെ തേടി നിന്റെ വീട്ടിൽ വരും. Look, you are my office colleague. I'm your boss. അത്രേ ഉള്ളൂ. No, I am your lover. എന്റെ അമ്മോ, ഇവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ലല്ലോ. Look, I am a totally different stuff. എടാ പറയടാ. അളിയ എങ്ങനെയുണ്ട്? സുഖമാണോ? സ്പീക്കർ ഫോണിലിട്. എടാ ഭരതൻ സാറെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, എന്തായി? എടാ അങ്ങേര് റിട്ടയർ ആയിട്ട് 5 വർഷം ആയില്ലേ? എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക, ഞങ്ങൾ കണ്ടുപിടിക്കുക. നീ വാ. ഗുഡ്, വേഗം കല്യാണം കഴിച്ചു. എന്ത് കഴിച്ചോളാനോ? അതെങ്ങനെ? തെറ്റിച്ച് പറഞ്ഞ എന്റെ തലയെഴുത്താടാ മാറുന്നേ. പെണ്ണ് കാണാൻ പോകുന്നത് നിനക്കാടാ. അങ്ങനെയാണോ? ഉടൻ തന്നെ പുറപ്പെട്ട് വാ മച്ചാനെ. എനിക്ക് അടുത്ത കാലത്തായിട്ട് നാടിന്റെ ഓർമ്മകളാടാ. ഞാൻ ഉടനെ വരാം. മതിക്കും പാട്ടുപാട് ഒരു പുത്തൂര പടപ്പിൻ പടപ്പാട്ട് കടലാടി കാവടി പൂരം ആട് കിളി അടരാറും വീരമോടെ മുന്നേ പോര് മനം ആവേശത്താളമെടുക്ക് മലമാടി നാടി മുറുക്ക് മഴമേഘം കൊണ്ടുവരും മാനം പൊട്ടിവരും മിന്നൽ പോലുവിക്കടാ നീ കാണാ കാറ്റിനിട നെഞ്ചിൽ പച്ചുകൊടു ശോകം മാറ്റിവെക്കടാ മാനാട്ടമോ മയിലാട്ടമോ പന്തിയിലെ മുന്തി നിൽപ്പത് കോലാട്ടമോ കരകാട്ടമോ കൊട്ടുകുഴൽ കൊട്ടി നിൽപ്പത് നിൻ പൂപ്പൂക്കും ചിരിയാൽ വെയിൽ പാടും നീ തൊട്ടെന്നാൽ മരുവിൽ പുഴ പാടും നീ കൊണ്ടാടി തോടാ ദിനം തോറും ഈ കൂത്താട്ടക്കുറുമ്പിൻ തിരുനാള് ഇളമേലെ മഞ്ഞിലിളമാനം വർണ്ണമെഴും പോലെ നീ വിടർന്നിട് മേലെ മച്ചിൻ ഉച്ചിയിലെ തെച്ചിൻ പൂമലരാമുച്ച സൂര്യനായിട്ട് നീ മുത്താരം മതിക്കും പാട്ടുപാട് ഒരു പുത്തൂര പടപ്പിൻ പടപ്പാട്ട് കോവിലില്ല ദൈവം പൊന്നി കവലയ്ക്ക് കാവലാണടാ കണ്ണീരാൽ നീ കരയും പൊഴി നാടാകെ വാടിപ്പോയിടും നീ ഇന്നാടിൻ ഞരമ്പിൽ ഉയിർ പോലെ നീ മണ്ണിനുടമ്പിൽ കടമ്പാടെ നീ
കണ്ണാടി മനസ്സിൽ തെളിവാണ്, നിലാവിൻ വെളിച്ചം നീയാണ്. നിശരമായി പാഞ്ഞു വന്ന ശനിയും നാടുവിടും ശുക്രൻ വന്നുദിച്ചിടും. നീ തൊട്ടാൽ തീക്കുമിളക്കുള്ളിൽ തീ പിടിക്കും എട്ടും എട്ടുദിക്കുകൾ. നീ മുത്താരം മതിക്കും പാട്ടുപാട്, ഒരു പുത്തൂര പടപ്പെൺ പടപ്പാട്ട്. കടലാടി കാവടിപ്പൂരം ആട്, കിളി അടരാറും വീരമോടെ മുന്നേ പോര്. ആവേശത്താളമെടുക്ക്, പരമാടി നാടി മുറുക്ക്. മഴമേഘം കൊണ്ടുവരും വാനം പൊട്ടിവരും മിന്നൽ പോലുതിങ്ങടാ. നീ കാണാ കാറ്റിനിട നെഞ്ചിൽ പഞ്ചുകൊടു ശോകം മാറ്റിവെക്കടാ. നമസ്കാരം. നമസ്കാരം. നല്ല പഴമെടുത്ത് ഇടുമച്ചാനെ. അപ്പുറത്ത് കിടക്കുന്ന രണ്ടെണ്ണം എടുത്ത് ഇടറോ. എന്റെ അമ്മ. എടാ ആരാടാ? ആർക്കറിയാം? ഒരു പെണ്ണ് ഗുണ്ടാപിരിവ് നടത്തും ഞാൻ ആദ്യമായിട്ട് കാണാം. കണ്ടില്ലേ, എല്ലാരും പേടിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് പോവാന്നേ. സാർ പേരൊക്കെയാ? പോടാപ്പാ. ഇവിടെ വന്നതിന് ശേഷമാ ശരീരം ഒന്ന് കുറയ്ക്കാൻ തോന്നിയത്. എടാ കൊരങ്ങ, ഒന്ന് എണീക്കടാ. എനിക്ക് ആരാടാ പാതിരാത്രി വന്ന് എഴുന്നേപ്പിക്കുന്നേ? എടാ നേരം വെളുത്ത് 4 റൗണ്ട് ജോഗിങ് കഴിഞ്ഞ് വരിക, നീ മാത്രം എണീറ്റില്ല. മാടിയൻ ശങ്കുണ്ണി. എടാ കണ്ണ, രാവിലെ എഴുന്നേറ്റ് ഓടാനൊന്നും എനിക്ക് പറ്റില്ല. രാത്രി 2 റൗണ്ട് വേണേ അടിക്കാം. പിന്നെ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഭയങ്കര ഫിറ്റ് അല്ലേ. എന്റെ അമ്മോ, നോക്കി നിൽക്കാതെ ഒരു കൈതാളിയാ എന്റെ അമ്മ. ഹായ് 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 എല്ലാവർക്കും നമസ്കാരം. പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് തങ്കപ്പൻ. ഐ എം കമ്മിങ് ഫ്രം മലേഷ്യ. മലേഷ്യന്ന് ഈ കാറിൽ തന്നെയാണോ ഇങ്ങോട്ട് വന്നത്? നിന്നെ കണ്ടറിയാൻ നീ ഒരു അഹങ്കാരിയാണെന്ന്. ഇതേ കാറിൽ തന്നെയാ മലേഷ്യയിൽ നിന്ന് വന്നത്. ഈ കാറും എന്റെ ഒപ്പം ഫ്ലൈറ്റിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. അപ്പൊ ഞാൻ ബുദ്ധിമാനാണെന്ന് സമ്മതിച്ചല്ലോ. ഞാനൊരു NRI, കമ്മിങ് ഫ്രം മലേഷ്യ. ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള ആശുപത്രി, സൗജന്യമായ സ്കൂള് എല്ലാം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതെല്ലാം കെട്ടിക്കോ. പക്ഷെ ഈ കയ്യിൽ എന്താ 2 വാച്ച്? ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ തിരക്കുള്ളയാളാ. 24 മണിക്കൂർ എനിക്ക് പോരാ, 48 മണിക്കൂറിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാ 2 വാച്ച്. ഏയ് ഫ്രണ്ട്, നിനക്ക് എന്തെങ്കിലും വേണോ? ഒരു ഉഴുന്നോടെ വാങ്ങി തന്നെ. ഉഴുന്നുവടയോ? എന്തോ നാടേ ഇത്? എന്റെ റേഞ്ച് മിനിമം പിസായ. ഷോപ്പ് ഓണറെ, ഇവിടെ വട തുറന്നു കിടക്കുന്നു, നിങ്ങളുടെ ബോഡിയും തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് വൃത്തിയുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് എടുത്തു കൊടുക്കേ. ഓക്കേ? ശരി. ഏയ്, നിന്നെ മുമ്പ് എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ കാറിൽ നിന്ന് വന്നപ്പോ കണ്ടതായിരിക്കും. അല്ല, നമ്മൾ 1ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാ. ഞാൻ പഠിച്ചെന്നോ? അതേടോ, തന്റെ പേരിന്റെ കൂടെ കാന്നോ കൂന്നോ മറ്റോ വരുമല്ലോ. അതെന്താ? നിഖിൻ നായർ. എന്നെ പിടിയിട്ടില്ലേ? ഞാനാടാ ഇത്. മിസ്റ്റർ മണി. മിസ്റ്ററിനെ എടുത്ത് കുപ്പത്തൊട്ടിൽ എങ്ങനെ കളയടാ, മണി എന്ന് വിളിച്ചാ മതി. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ പേര് തങ്കപ്പെന്ന് മാറ്റിയിരിക്കുക. തങ്കപ്പന? എന്താ വല്ല സംശയമുണ്ടോ? കഴുത്തിൽ മൊത്തം സ്വർണ്ണോ? ഇപ്പൊ എന്റെ സംശയം. അല്ല, ഈ കുഗ്രാമത്തിൽ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? വെറുതെ ഇരിക്കുക. അന്നത്തെ അതേ പണി തന്നെയല്ലേ? അതെ. ഡോണ്ട് വറി, ഇന്ന് തൊട്ട് നിനക്ക് തിരക്കാം. ഹലോ മണി, സുഖമല്ലേ? നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെ നിങ്ങൾക്ക് മനസ്സിലായ? എന്താണത്? എന്നെ ഓർമ്മയില്ലേ? നമ്മൾ ഒന്നിച്ച് പഠിച്ചതല്ലേ? കണ്ണൻ. കണ്ണൻ ഇവിടെ പഠിച്ചിട്ട് മലേഷ്യയിലേക്ക് പോയില്ലേ? ആ കണ്ണനാ. നിങ്ങൾ മലേഷ്യയിൽ നിന്നാണോ വരുന്നത്? ഞാനും ഇത്ര നാളും അവിടെ ആയിരുന്നല്ലോ. ഇന്ന് അങ്ങോട്ട് നീ മലേഷ്യയിൽ എവിടെയാ? ഞാൻ കേരളായിരുന്നല്ലോ. ഞാൻ ഈക്കോയില്ല. പക്ഷെ കണ്ണെന്നൊരു പേര്. എടാ,
നീ മണി തന്നെയല്ലേ? മണി തന്നെ. ചൂച്ചാമണിയല്ലേ? ചൂച്ച കട്ട് ചെയ്തിട്ട് വെറും മണി മതി. ഞാൻ നിന്നെ ഇവിടെ കാണുന്ന പ്രതീക്ഷിതേ ഇല്ല. ഇവിടെ വന്നിട്ടുള്ള ടെൻഷന്റെ ഇടയ്ക്ക് നിന്നെ കണ്ടപ്പോ സമാധാനായി. എന്താ ഒരു ചിരി? അതല്ല, 1ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു കണക്ക് അധ്യാപകൻ നിന്നെ അടിച്ചു. നിനക്ക് ദേഷ്യം വന്നു. അതെ 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 അതെ. ക്ലാസ്സിൽ എല്ലാവരുടെയും മുമ്പിൽ നീ മൂത്രമൊഴിച്ചില്ലടാ. മറക്കാനേ പറ്റില്ല. സൈലൻസ് സൈലൻസ് സൈലൻസ്. ആ കണ്ണ, ഇപ്പൊ ഞാൻ നേരെ സിറ്റിയിലേക്ക് പോയി നല്ല ഹോട്ടലിൽ മുറിയെടുത്ത് നമുക്ക് അവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അണ്ണാ, 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നും സംഭവിച്ചില്ലേ? അയ്യോ, 6ാം ക്ലാസ്സിൽ നടന്നൊന്നും മറക്കാനേ പറ്റില്ല. അതുപോലത്തെ തമാശ ഒന്നും ഇക്കാലത്ത് ആർക്കും ചെയ്യാൻ പറ്റില്ല. പറ്റില്ലല്ലോ. പറ്റില്ല. വിട്ടേക്കടാ. ഒന്നും ഉണ്ടായിരിക്കടാ. അന്ന് ഇവന് 11 വയസ്സാ. ഞങ്ങൾ എല്ലാരും ഒന്നിച്ച് കോണൊക്കെ കൊടുത്ത് കുളത്തിന്റെ അടുത്ത് പാമ്പ് പിടിക്കാൻ പോയി. ഒന്ന് കുറച്ച് സംസാരിക്കും. അപ്പൊ സ്കൂള് വിട്ട് പിള്ളേരൊക്കെ വരുന്ന സമയമായിരുന്നു. ഇവൻ നാണക്കേട് സഹിക്കാൻ വയ്യാണ്ട് അടുത്തുള്ള കിണറ്റിലേക്ക് എടുത്ത് ചാടിയപ്പോ അവന്റെ കോണൊക്കെ പറന്നുപോയി. എന്തൊക്കെയാടാ നീ പറയുന്നേ? എന്നിട്ട് കിണറ്റിന്റെ ഉള്ളിൽ വെച്ച് കരയാ, അയ്യോ മീൻ കടിച്ചല്ലോ, അയ്യോ മീൻ കടിച്ചല്ലോ എന്ന്. അന്നാണ് മണി ചൂച്ചാമണിയായി മാറിയത്. നമുക്ക് പോവാം. 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്താ സംഭവിച്ചത്? നിന്റെ അപ്പ മുട്ടയിട്ടു. എന്തിനാടാ കണ്ണ എന്റെ ഇമേജ് ഇങ്ങനെ ഡാമേജ് ആക്കുന്നേ? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ചിട്ടാ ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത്. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് തൃപ്തിയാകൂ. കണ്ണന്റെ ട്രാക്കിൽ പോ, ഞാൻ എന്റെ ട്രാക്കിൽ പോവാം. ഞാൻ വിജയക്കൂടി പാറിക്കുമ്പോ നീ വന്നെ അനുഗ്രഹിക്കുക. അതുപോലെ എടാ കണ്ണ, ബിയറൊക്കെ ഇപ്പൊ കൂൾ ഡ്രിങ്ക്സ് പോലെ ആയാളിയാ. നീ അറിഞ്ഞ നമ്മുടെ നാട്ടില് കോളേജിൽ പഠിക്കുന്ന പെമ്പിളാരുണ്ടല്ലോ, എല്ലാ ദിവസവും രാത്രി ഇപ്പൊ 2 അടിച്ചിട്ടാ പോകുന്നത്. രാവിലെ തോപ്പിന്ന് കള്ള്, പിന്നെ ഷാപ്പിൽ കയറി പൊറോട്ടയും ചിക്കൻ കറിയും, പിന്നെ ചന്തയിൽ പോയി വഴക്കുണ്ടാക്കി, പിന്നെ ഷക്കീലെ പടവും കണ്ടു. നിനക്ക് സമാനായില്ലേ? കണ്ണ, നീ പോയ സമയത്തുള്ള സിറ്റി അല്ലടാ അത്. എവിടെ നോക്കിയാലും ഇപ്പൊ റൗഡീസാ. എടാ, ഈ നാട്ടിൽ എന്തൊക്കെ റൗഡിസം വന്നാലും ശരി, നമ്മുടെ ഗ്രാമത്തിന്റെ ഭംഗി അങ്ങനെ തന്നെ ഇരിക്കും. മാർക്കറ്റിൽ ഒരു റൗഡി അവള്. ഈ സമയത്ത് ഇവളെന്തിനാ ഇവിടെ വന്നേ? നല്ല കട്ടിംഗ് പാർട്ടി ആണെന്നാ തോന്നുന്നു. വെള്ളം അടിക്കാനായിരിക്കും ഇങ്ങോട്ട് വന്നത്. പ്രായപൂർത്തിയായ 4 പേര് ഇവിടെ ഉള്ളപ്പോ. പറഞ്ഞത് അല്ലെങ്കിൽ അളിയാ, പെണ്ണുങ്ങള് കത്തി എടുത്താ സാധാരണ പച്ചക്കറിയല്ലേ അറിയാറ്. ഇവളാണെങ്കിൽ കത്തി കാണിച്ച് ചെയിൻ പിടിച്ചു പറിക്കുന്നില്ലേ. ഈ അർദ്ധരാത്രിയിൽ ഇത്തരം ധൈര്യത്തോടുകൂടി വാക്കത്തെയും കൊണ്ടൊരു പെണ്ണു വരുന്ന കണ്ടില്ലേ? എന്ത് ഇൻട്രസ്റ്റിംഗ് ആണത്. എടാ കണ്ണ, വേണ്ടെന്ന് കണ്ടിച്ചു കളയും. എന്താണ് നിനക്കൊക്കെ? നിനക്ക് എപ്പോ നോക്കിയാലും വെള്ളം അടിക്കണല്ലേ? ഇനി ഏതെങ്കിലും ബാറിന്റെ ഫ്രണ്ടിൽ നിന്നെ കണ്ടാലുണ്ടല്ലോ അടിയെല്ലാം കൊണ്ടിട്ട് അവന്റെ ഇരിപ്പ് കണ്ടില്ലേ? പൊണ്ണത്തടിയ താൻ പോടോ. കൊന്നോളെ ഞാൻ. അയ്യോ, ആരെങ്കിലും ഓടി തട്ടിക്കൊണ്ട് പോകുന്നേ. അയ്യോ, വേഗം പോ. നോക്കിയിരിക്കാതെ വേഗം പോ. അടി, നീ ഒന്ന് അടങ്ങ്. എങ്ങോട്ടാ പോവാനല്ലേ പറഞ്ഞ? അയ്യോ അയ്യോ അയ്യോ, അവര് പുറകെയുണ്ട്. വണ്ടി നിർത്ത്. പട്ടാ പകല് 2 പെമ്പിള്ളാര് ഒരു കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോകുന്നേ. ഇത് ചോദിക്കാൻ ഈ നാട്ടിൽ ആരും ഇല്ലേ? ഇപ്പോഴൊക്കെ ആർക്കും എന്തും ചെയ്യാവുന്നുള്ള ഒരു സാഹചര്യമാണ്. എല്ലാ ജോലികളും സ്ത്രീകളും ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇത് ഇപ്പൊ പറയേണ്ട കാര്യം എന്ത്? വേഗം വണ്ടി ഓടിക്കും വണ്ടി. അവരടുത്തെത്തി. വേഗം പോ. എടി, വണ്ടിക്ക് ബ്രേക്ക് ഇല്ലടി. ഒരു കണക്കിന് എത്തി. ഈശ്വര, എങ്ങനെയോ ഇവിടെ വരെ എത്തി. കരയാതെ മോളെ, ഒന്ന് മാറിയേ. കരയണ്ടോ? നാട് മൊത്തം കറങ്ങിയിട്ട് അവസാനം ഇവിടെയാണോ എത്തിയത്? അതെ സാർ. സൂക്ഷിച്ച് പതുക്കെ കൊടുക്കൂ. ഓ, കരയാതെ മോളെ. മോളെ പിടിക്കേ. ടിവിയിലും പറഞ്ഞു, റേഡിയോയിലും പറഞ്ഞു, പത്രത്തിലും വന്നതാ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ പോളിയോ മരുന്ന് കൊടുക്കണമെന്ന്. നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പൊക്കിക്കൊണ്ടു വന്നത്. പോളിയോ മരുന്ന് കൊടുക്കാതെ കൊച്ചിന് സ്വാധീനം ഇല്ലാതാക്കരുത്.
നിങ്ങളുടെ വണ്ടി തന്നതിന് വളരെ നന്ദിയുണ്ട് തണ്ണി മത്തനെ. തമാശക്ക് നിങ്ങളുടെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്ക. പിക്കപ്പേ ഇല്ല. പിക്കപ്പ് ഇല്ലാന്നോ? അത് വണ്ടിയെ പറ്റിയല്ലേ? എടാ ഇവള് ചീത്ത പെണ്ണാണോ നല്ല പെണ്ണാണോ? അത് അറിയത്തില്ലല്ലോ അളിയാ, നമുക്ക് കണ്ടുപിടിക്കാം. തക്കാളി തക്കാളി തക്കാളി. അല്ല അളിയാ, അവളെന്താ പ്രസവിക്കാൻ പോയിരിക്കാണോ? പുറത്ത് വരുമ്പോ കാണാമെന്നേ. ഒന്ന് പോടാ. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ വന്നാലും കൃത്യമായിട്ട് അവര് തരുന്നില്ലേ? കൂടെ ഞാനുള്ളത് കൊണ്ടാ. അതെ അതെ. ഇത്ര പച്ചക്കറി മേടിച്ച് എന്താടാ ഇവള് ചെയ്യാ? ഓട്ടോ വരുമോ? വരും. എവിടേക്കാ പോണ്ടേ? സ്ഥിരം പോകുന്ന സ്ഥലത്തേക്ക് തന്നെയാണോ? എടുക്ക് വണ്ടി എടുക്ക്. ഓട്ടോയിൽ കയറി നമുക്ക് അതിന്റെ പുറകെ വിടാം. വേഗം പോ. എന്തോന്നടേ ഇത്? നമ്മൾ ഊരി ചുറ്റിക്കുകയാണോ? ചുറ്റിക്കാണിക്കല്ല, നമ്മളെ ചുറ്റിക്കുക. നമസ്കാരമുണ്ട്. നിങ്ങൾ കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ആഴ്ചയിലൊരിക്കലും നല്ല പച്ചക്കറി കഴിക്കുന്നുണ്ട്. നന്ദിയുണ്ട്. നിങ്ങളുടെ നന്ദിയൊക്കെ അനാഥ കുഞ്ഞുങ്ങൾക്കാന്ന് പറഞ്ഞപ്പോ വാരിക്കോരി എല്ലാം തന്നില്ലേ മാർക്കറ്റിലുള്ളവര്? അവരോട് പറഞ്ഞാ മതി. ഇതാ വാങ്ങിച്ചോളൂ. അവൾ എന്ത് ചെയ്താലും അതിലൊരു നല്ല കാര്യമുണ്ട്. ഡിഫറെന്റ് ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടായി. ആണാ? എന്താടാ എന്റെ കണ്ണാ, ഈ നാട്ടിലെ പെമ്പിള്ളേരെ വിശ്വസിക്കരുത്. ഈ നാട്ടിൽ ചെണ്ടയും മൃദംഗം മാത്രമല്ല, വേറെ പലതിനും ഫേമസാ. അവസാനം എന്താവും അറിയാലോ. അവള് കത്തി കൊണ്ടുവന്ന് വരട്ടിയത് കണ്ടതല്ലേ? എന്റെ അമ്മ ആലോചിക്കുമ്പോ എനിക്ക് മേലൊക്കെ വേദന. എന്റെ ആൾ അങ്ങനെയൊന്നുമല്ല. എന്താ നിന്റെ ആളോ? അടുത്തുള്ള സ്ഥലം വിൽക്കുന്ന ചലഞ്ച് ചെയ്തായിരുന്നു. വെട്ടിക്കൊണ്ടുവരാ. എടാ എണീപ്പിക്കടാ. ഇല്ല വേണ്ട, അവൻ ചത്തളിയാ. എന്താടാ അത്? പട്ടാ പകലൊരുത്തിനെ വെട്ടിക്കൊല്ലുന്നു, ഇതാ ഇപ്പൊ വണ്ടിയിൽ വന്നും കൊല്ലുന്നു രാത്രി. എന്താണ് അവിടെ നടക്കുന്നത്? എടാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. എടാ എന്താണത്? ഈ നാടെന്താ ഇങ്ങനെ? നമുക്ക് വേഗം പോലീസിൽ പോയി അറിയിക്കാം. എന്തോ കംപ്ലൈന്റ് ചെയ്യാനാ? വെട്ടിയത് ആരാന്നറിയോ? മരിച്ചവൻ ആരാന്നറിയോ? 1000 ചോദ്യങ്ങൾ ചോദിക്കും. എടാ എങ്ങനെയാ ഇങ്ങനെ നിസ്സാരമായിട്ട് എടുക്കണേ? എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ അങ്ങനെ. എടാ ഇവന്മാരൊക്കെ റൗഡികളാ. നീ നോക്ക്, ഈ നാട്ടിൽ ഇങ്ങനെ പലതും സംഭവിക്കും. നീ പേപ്പറിലൊന്നും വായിക്കാറില്ലേ? ഇനി ഇവിടെ നിൽക്കുന്ന ആപത്താ. വാടാ, വരാനല്ലേ പറഞ്ഞേ? വരാൻ. ഞാനായിരുന്നെങ്കിൽ ഈ പൈസ ബാങ്കിലിട്ടേനെ. ഇനി എന്തെങ്കിലും പറഞ്ഞ നിന്നെ ഞാൻ തട്ടും. ഉണ്ടായിരിക്കടാ അവിടെ. ആ കാണുന്ന സ്ഥലത്ത് ഒരു സൗജന്യ ആശുപത്രി കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവൂടാ? വൃത്തികേടാവും. അവിടെ കോർപ്പറേഷന്റെ കക്കൂസ് വരുന്നുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. എവിടെയാ ഒപ്പിടണ്ടേ? എവിടെയാ? ഇയാളെന്തിനാ എത്ര ധൃതി പിടിക്കുന്നേ? ഇത് വയറ്റത്തടിക്കുന്ന പരിപാടിയാണ്. കാര്യം അറിയാതെ സംസാരിക്കരുത്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി സൗജന്യ ആശുപത്രി നിർമ്മിക്കുന്നത് കേട്ടറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭൂമി കുറഞ്ഞ വിലക്ക് എനിക്ക് തരാൻ വന്നതാ. നിങ്ങളുടെ നല്ല മനസ്സിന് വേണ്ടി ഒപ്പിടാൻ വേണ്ടി ധൃതി പിടിക്കുക. ഈ ഗ്രാമത്തിലെ ഇത്രയും നല്ല സ്ഥല ഉടമകൾ ഉണ്ടെന്ന് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നടാ. ചേട്ടന്റെ പേരെന്താ? നല്ലവന്നാ. അത് ഞാൻ സമ്മതിച്ചല്ലോ. പേരാ ചോദിച്ചു. എന്റെ പേര് അത് തന്നെ. കെട്ടാൻ പോകുന്ന ആശുപത്രിയുടെ പേര് സന്തോഷം. അതല്ലേ എപ്പോഴും കൊണ്ടുവന്നു. എടാ സംശയരോഗി ഒന്നും മിണ്ടായിരിക്കടാ. നല്ലവൻ ചേട്ടാ, ഈ ലാൻഡ് എനിക്ക് എന്ത് വിലക്ക് തരാൻ പോകുന്നു? മാർക്കറ്റ് റേറ്റ് 10 ഏക്കറിന് 50 ലക്ഷം. സാറിന് സഹായിക്കാൻ വേണ്ടി 25 ലക്ഷം തന്നേക്കാം. കണ്ടില്ലേടാ ഞാൻ വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങള്? അതെ അതെ, എന്ത് വിശാലമായ സ്ഥലം. ഇവിടെ ഞാൻ സൗജന്യമായിട്ടുള്ള സ്കൂൾ, ആശുപത്രി എല്ലാം തുടങ്ങാൻ പോവാ. ആരാടാ നമ്മുടെ സ്ഥലത്ത് നിന്ന് അടികൂടുന്നത്? ഹലോ ഹലോ പ്ലീസ് പ്ലീസ് പ്ലീസ്. നമസ്കാരം. ഞാൻ തങ്കപ്പൻ. ഇത്രയും കാലം മലേഷ്യയിലായിരുന്നു. ഇപ്പോഴാ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് ഓണർ ആയത്. എന്തിനാ ഇവിടെ വെച്ച് ഒന്നും തള്ളും? പുറത്തേക്ക് പോയിക്കൂടെ? ഹലോ, ഇത് ഞങ്ങളുടെ വസ്തുവാ പാർട്ണർ. ആ പ്രമാണം കാണിച്ചേ. ഇത് കണ്ടില്ലേ? ഇതാണ് ഒറിജിനൽ പത്രം. അപ്പൊ ഇതെന്താ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒച്ചവെക്കല്ലേ, വഴക്കിടല്ലേ. ഇപ്പോഴാണ് ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു വന്നത്. ജസ്റ്റ് നൗ ഷോ ദി പേപ്പേഴ്സ്. പത്രത്തിലിട്ട ഒപ്പ് പോലും ഉണങ്ങിയിട്ടില്ല. നോക്ക്. ഹലോ, ഞങ്ങളുടെ പത്രത്തിലിട്ട ഒപ്പ് നേരത്തെ ഉണങ്ങി. നോക്ക്. അപ്പൊ ഇത് മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് ഒറിജിനൽ തന്നെയാ. ഇതാണ് ഒറിജിനൽ. നോ 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 നോ, സ്റ്റോപ്പ് ഫൈറ്റിംഗ്. ഓക്കേ, ഗെറ്റ് ഔട്ട്. ഇവിടുന്ന് പോ. ഇത് എന്റെ സ്ഥലമാണ്. തങ്കപ്പനോടാ കളി. കൊടുക്കാനുള്ള പരിപാടിയല്ലേ? ഞാനും ഈ നാട്ടിൽ ജനിച്ചവൻ അറിയാവോ? നീ വെട്ടുകത്തെടുത്ത് ഞാൻ ചുമ്മാ ഇരിക്കുന്നു കരുതിയോ? എടാ ഉണ്ട നിറച്ചു വെച്ചിട്ടില്ലേ, അതിങ് എടുക്കടാ വേഗം. ആരാ നിങ്ങള്? എന്റെ സ്ഥലത്ത് നിന്ന് എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? വെട്ടും കുത്തും ഒക്കെ ആർക്കടാ കോടതി കയറാൻ സമയം? മര്യാദയ്ക്ക് പോയിട്ടാ. വെൽ ഡ്രസ്ഡ് ജെന്റിൽമാൻ,
നിങ്ങൾ പറഞ്ഞത് ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. എന്താന്ന് വെച്ചാ ഈ സ്ഥലത്തിന്റെ മുതലാളി ഞാനാണ്. പക്ഷെ ഈ വെള്ളമുണ്ടും ഷർട്ടും ഇട്ട 3-4 പേര് എന്നോട് ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും പറഞ്ഞു തേക്കണം. അല്ല, ശരിക്കും നിങ്ങൾ ആരാ? ഞാൻ ആരാണ്? ലക്ഷക്കണക്കിന് രൂപ കൊടുത്തേ ഈ സ്ഥലം പട്ടയം എന്റെ പേര് എഴുതി വെച്ചോ. ദാ നോക്ക്, മുദ്രപത്രം കണ്ണു തുറന്ന് നോക്കണോ. മൈ ഗോഡ്, സോ മെനി പത്രംസ്. എടാ നിഖിൻ, നമ്മുടെ ആധാരത്തിന്റെ കളർ പ്രിന്റ് എടുത്ത് ഈ നാട് മുഴുവൻ നീ വിറ്റോടാ? ആക്ച്വലി കാക്കിയിട്ട ജെന്റിൽമാൻ, എന്റേതാണ് ഒറിജിനൽ ആധാരം. നിന്റെ തല കഴുത്തിന് മുകളിൽ കാണണമെങ്കിൽ മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോണം പറഞ്ഞേക്കാം. എന്താണോ വിടാ? കേരള പോലീസ് സ്കോട്ട്ലാൻഡിലെ പോലീസിനേക്കാളും മിടുക്കന്മാരാണെന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ടല്ലോ. എന്റെ ലാൻഡിന്റെ പ്രശ്നത്തിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നേരെ ഇങ്ങോട്ട് വന്ന് കേസെടുത്തല്ലോ. യു ആർ സംതിങ് ഗ്രേറ്റ് സർ. അപ്പോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയാം. എന്റെ പൊന്ന് ഇൻസ്പെക്ടർ സർ, ഈ ചതിയന്മാരെല്ലാം ഒത്തുചേർന്ന് വ്യാജ ആധാരം ഉണ്ടാക്കി എന്റെ ലാൻഡ് അവരുടെ ലാൻഡാണെന്ന് വരുത്തി തീർക്കുക സർ. സാർ ആരെയെന്ന് തോക്കെടുത്ത് യവന്മാരൊക്കെ വെടിവെച്ചിട്ട് എന്റെ ലാൻഡ് എനിക്ക് തന്നെ മേടിച്ചു തരണം സാർ. തീർച്ചയായും വാങ്ങി. ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് പറയാം. എത്രയും പേര് ഉടമസ്ഥനാണ്. എല്ലാവരും പോയി ഒറ്റ വരിക്ക് നിൽക്കും. സാറിനോട് ഇനി പ്രത്യേകം പറയണോ? ഞാനും അവിടെ പോയി നിൽക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ പോയി മുന്നിൽ നിൽക്കണം. ഓ സാർ, എന്റെ ലാൻഡിൽ ഞാൻ ഭൂമി പൂജ ചെയ്യുമ്പോൾ സാർ നിർബന്ധമായും തീർച്ചയായും. കേരള പോലീസ് ജനങ്ങളുടെ പോലീസാണെന്ന് ചുമ്മാതാണോ പറഞ്ഞത്? അല്ല, നീ ആരാ? പാപം വഴിപോക്കനാ. ഒറിജിനൽ വരുമ്പോ വ്യാജന്മാരൊക്കെ വഴി മാറുന്നത് കണ്ടോ? അറ്റൻഷൻ, സ്റ്റാൻഡ് അറ്റ് ഈസ്. അറ്റൻഷൻ. ഇയാൾ എന്നെ സഹായിക്കാൻ പോകണോ അതോ ബാൻഡ് മേളം നടത്താൻ പോകണോ? ഇതെന്താ ഈ കൂത്ത്? ഓൺ യുവർ മാർച്ച്. യെസ് സർ. എയിം. എയിം എന്ന് വെച്ചാൽ എന്താ സർ? ഒരു ലക്ഷ്യത്തോടെ ജീവിക്കണം എന്നർത്ഥം. ഇവിടെ എന്താ ലക്ഷ്യം? അയ്യോ, ഈ എയിമാണോ? വെടിവെക്കാൻ പോവാ. ഭാഗ്യം ഉന്നം തെറ്റത് കൊണ്ട് കാലിക്കൊണ്ടു. എന്താടാ ഇത്? പുറമ്പോക്കാണെന്ന് വിചാരിച്ചോ? അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? വെടിവെപ്പ് പരിശീലന കേന്ദ്രം. എന്റെ ദൈവമേ, സോറി സാർ. പോലീസിന്റെ വസ്തു വാങ്ങിക്കാനുള്ള ധൈര്യമായ നിനക്ക്? ആരോ എനിക്കിട്ട് പാര പടഞ്ഞതാ സാർ. ഇപ്രാവശ്യം മുട്ടിന് താഴെയായ വെടിവെച്ചത്. അടുത്ത തവണ മുട്ടിന് മുകളിലോട്ടായിരിക്കും. കഴുത ഒന്നുകളയും. പോലീസുകാരുടെ പണി ചെയ്തിട്ട് പോയി. എന്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ, അവൻ എവിടെ പോയി? കൂട്ടുകാരൻ എത്തിയല്ലോ. എന്തോന്ന് തങ്കപ്പൻ, വെടി മാറിയത് കൊണ്ട് തങ്കൻ രക്ഷപ്പെട്ടു. ഭാഗ്യമുണ്ടടാ, പോലീസ് ഗ്രൗണ്ട് മേടിച്ചത് കൊണ്ട് വെടി വെച്ചതേ ഉള്ളൂ. മിലിറ്ററി ഗ്രൗണ്ട് വാങ്ങിയിരുന്നെങ്കിൽ ബോംബിട്ട് നമ്മളെ കൊല്ലുമായിരുന്നടാ. എടാ അളിയാ, ഇവളെ കാണാൻ കണ്ണന്റെ പെണ്ണിനെ പോലില്ലേ? ഈ ഡിഗ്രി കാപ്പി അടിക്കാൻ ഇത്രയും വെള്ളത്തിന്റെ ആവശ്യമുണ്ടോ? ഡിഗ്രി എന്ന് പറയുന്നത് കാപ്പിയല്ല, എന്റെ ബിരുദം. ബിരുദം വരെ പഠിച്ച പെങ്കൊച്ച് എന്തിനാടാ ചായ അടിക്കുന്നേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കണ്ണനെ വിളിക്കാം. മച്ചാനെ, നിന്റെ പെണ്ണ് ഫിൽറ്റർ കോഫി ഇല്ലേ, ബസ് സ്റ്റാൻഡിന് എതിർവശം ഒരു ചായക്കടയിൽ വർക്ക് ചെയ്യാം. ആ ശരി എന്നാ. അളിയാ, കണ്ണൻ ഇങ്ങോട്ട് വരുന്നെന്ന്. അതുവരെ ഇവളുമായിട്ട് കുറച്ച് തൊള്ളാം. നീ അകത്തോട്ട് പോ. ഒരു ആവശ്യമില്ലാതെ കാലിച്ചായാണ് ആറ്റുന്നത്. AC ഒന്നും ഇല്ലേടേ. പവർ കട്ടാ. ഒരു ഫിൽറ്റർ കോഫി 1/2 കുടിച്ച ഉടനെ 1 more ചോദിക്കണം, അല്ലെങ്കിൽ കണ്ടോ. അയ്യേ, സ്ട്രോങ് ആയിട്ടില്ലല്ലോ, കുറച്ച് ഡിക്കാഷൻ ഒക്കെ ഇട്. മതിയോ? എന്തൊരു കയ്പാ, കുറച്ച് പഞ്ചാര ഇടൂ. ഇട്ട് കഴിഞ്ഞു. ഇതെന്താ ഇപ്പൊ ഞങ്ങൾക്ക് ഷുഗർ വരാനാണ്? കുറച്ച് പാലെടുത്ത് ഒഴിക്കുന്നേ. കണ്ടില്ലേ? പാലൊഴിച്ചു. പാലിച്ചിട്ട് കൂടുതല, കുറച്ച് ഡിക്കാഷൻ ഒഴിക്കും. അങ്ങനെ തന്നെ പറയണേ. വെറുതെ ഇപ്പൊ കണ്ടോ? മതിയോ? അളിയാ, ഇത് 1/2 ഇപ്പൊ 2 in 1 ആയത് കണ്ടില്ലേ? കലക്കില്ലേ? എത്രയാന്നാ പറഞ്ഞ? 4 രൂപ. അത് ഇത്തിരി കൂടുതലാണല്ലോ. 5 രൂപയേ ഉള്ളൂ. സാരമില്ല, 1 രൂപ ഉണ്ടെങ്കിൽ 2 രൂപ തിരിച്ചു തരാം. 2 രൂപയേ ഉള്ളല്ലോ. ഓ, 3 രൂപ തിരിച്ചു തരാം. സാർ, നിങ്ങളുടെ അടുത്ത് 1 രൂപയുണ്ടോ? സാർ, നിങ്ങൾ ചോദിച്ച 1 രൂപ. അല്ല, ഞാൻ 2 രൂപയല്ലേ തന്നത്. ഓ, നിങ്ങളുടെ അടുത്ത് 2 രൂപയുണ്ടോ? സാർ, നിങ്ങൾക്ക് വേണ്ട 2 രൂപ. അപ്പൊ ഞാൻ തന്ന 1 രൂപയോ? എന്താ കണക്ക് ഓക്കെ ആയോ?
ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ. എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ല. ആദ്യം 5 രൂപ, പിന്നെ 2 രൂപ, പിന്നെ 1 രൂപ, മൊത്തത്തിൽ 2 കാപ്പിക്കുള്ള 8 രൂപ വാങ്ങിച്ചവള്. നമുക്ക് തന്നെ പണി തന്നല്ലേ. സാമ്പാർ വേണം. ഹായ് കണ്ണാ. ഹായ്ടാ. ഒരു കാപ്പി 3 in 1 തരട്ടെ? ഒന്ന് വേഗം വാ. ഡോക്ടറിന്റെ അടുത്ത് പോയി കുറെ ഗുളികയൊക്കെ എഴുതി തന്നിട്ടുണ്ട്. കുടിച്ച് കുടലൊക്കെ കരിഞ്ഞിരിക്കുവെന്ന്. കട വന്ന് നോക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി കുടിക്കാൻ വേണ്ടി ഇവളുടെ പണ്ടോ മറ്റോ എടുത്തോണ്ട് പോയാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. അങ്ങനെ വന്ന് ജോലി നോക്ക്. പോ വാടി പോവാം. വെറുതെ കാഴ്ച കണ്ടോണ്ടിരിക്കാതെ കച്ചവടം നോക്ക്. എടാ കണ്ണാ ഒന്ന് വാടാ. വേണ്ട പറഞ്ഞേ. അയ്യോ 4 വായി നോക്കുകളും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ? പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണേ. അതെടി ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ അളിയ നമുക്ക് ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ? എന്നെ പോലെ ആരും ഇത്ര സ്ലിം ആകാൻ പാടില്ല. അതുകൊണ്ടാ ഈ പൂവാലന്മാരെ ശല്യം. ഒരു തമാശ ഞാനിപ്പോ കാണിക്കാം. അവരെവിടെ പോയി? സമാധാനായി. നിക്കടാ. എവിടെ പോയി കാണും? അങ്ങനെ പെട്ടെന്ന് പോവാൻ പറ്റുന്ന ആളല്ലല്ലോ. നമ്മളറിയാതെ എവിടെ പോവാൻ? ഹലോ, എന്റെ അമ്മ നമ്മുടെ പിന്നിലുണ്ടായിരുന്ന. എന്തിനാ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ പുറകെ വരുന്നത്? ക്രെഡിറ്റ് കാർഡോ, പേഴ്സണൽ ലോണോ, അതോ ഇൻഷുറൻസ് പോളിസിയോ? എനിക്ക് അങ്ങനെ ചുറ്റി വിളിച്ച് സംസാരിക്കാനൊന്നും അറിയില്ല. എല്ലാം വളരെ തുറന്ന സംസാരിക്കുക. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടായി. ഹലോ, ആരാ നിങ്ങള്? നടു റോഡിൽ വെച്ച് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. നിങ്ങളെ ഇതിനു മുമ്പ് ഇവിടെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അത് പിന്നെ ഫിൽറ്റർ കോഫി ഞങ്ങളുടെ ആളെ മലേഷ്യ. അപ്പോ ആ പാർട്ടിയാണോ നിങ്ങള്? ഈ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ നോക്കി അവരെ സ്നേഹിക്കുന്ന പേരിൽ വളച്ചൊടിച്ച് കല്യാണം കഴിച്ച് അവരെ വിദേശത്തേക്ക് കൊണ്ടുപോയി അവരുടെ വൃത്തിയായിട്ട ഫോട്ടോസ് എടുത്ത് ഇന്റർനെറ്റിലിടുന്ന കൂട്ടങ്ങളല്ലേ നിങ്ങള്? അതുകൊണ്ടല്ലേ നീയൊക്കെ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഇനിയിപ്പോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഈ അളിഞ്ഞ മോന്ത ഇന്റർനെറ്റിലിടാ. ഒന്നും മിണ്ടാതിരിക്കടാ. ഇത് നോക്കൂ. അതെ, ഒന്ന് വിദ്യാഭ്യാസം ഉള്ളവരെ പോലെ സംസാരിക്കൂ. അതെ, ഒന്ന് ഇവിടേക്ക് നോക്കൂ. എന്നെ കണ്ട അങ്ങനെയാണ് തോന്നുന്നത്. പഠിത്തത്തിന് ജോലിക്ക് യാതൊരു ബന്ധവുമില്ല. സൈക്കിളിന് ടോക്കൺ കൊടുക്കുന്നവൻ, ചാരായം വിൽക്കുന്നവൻ, സലൂണിൽ ജോലി ചെയ്യുന്നവൻ, എല്ലാരും കാണാൻ നിന്നെ പോലെ തന്നെയാ ഉള്ളത്. എന്നട കണ്ട നിനക്കിട്ട് താങ്ങുവാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അത് നോക്കൂ, ഞാൻ സത്യം തന്നെ പറയുന്നേ. ഞാൻ ജനിച്ചത് വളർന്നത് ഈ ഗ്രാമത്തിൽ തന്നെയാ. ഇവന്റെ വീട്ടിൽ താമസിച്ചാ ഞാൻ കോളേജിൽ പോയത്. ഇപ്പൊ ജോലി ചെയ്യുന്നത് മലേഷ്യയിലും. ജനിച്ചത് ഇവിടെയാണെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആദ്യം ഇതൊക്കെ കൊണ്ടത് കാണിക്കും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. കണ്ണാ, സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നു, പിന്നെ അവളെ പ്രേമിക്കുന്നു, തടിച്ചു പറഞ്ഞ കാറ്റൂരി കളയുന്നു. ചൂടും ദിനാ തെളിവാതിൽ തുറന്നെന്നെ മൂടടാ. വാനം പൂച്ചൂടും ദിനാ തെളിവാതിൽ തുറന്നെന്നെ മൂടടാ. കണ്ണിലെ കരളിലുവാ കണ്ണിലെ കരളുവാ മടിയായി ചെയ്യടാ. മൂകമാകും പൂർണ്ണരാവിൻ മൗനം നീയായി വീടിക്ക്. നെയ്തലോടും കാറ്റിനുള്ളിൽ കാട്ടു തീയായി തുടിക്ക്.
ഏകാന്ത സ്വപ്നം നിഴൽ തടുക്കും വിരിപ്പിനുള്ളിൽ വസിച്ചു നിന്നെ പൊതച്ചു മൂടാൻ മറന്നു പോരൂ മതിച്ചു പാടും ചുരുൾമുടി കെട്ടഴിച്ചു നീയും കടൽ തൊടുമ്പോൾ മനം തുളുമ്പും അവിമയുമ്പോൾ പടർന്നു നീയും ജന്മം പകുക്കൂ നീല വെളിച്ചമേ കൺമൂടി കേടി സമയം ആട്ടക്കളിക്കളത്തോടിൽ ഞാൻ മായക്കുരുവി നീല വെളിച്ചമേ കൺമൂടി കേടി സമയം ആട്ടക്കളിക്കളത്തോടിൽ ഞാൻ മായക്കുരുവി മുത്തത്തെ മുത്തുന്ന മുത്തിൽ ഞാൻ പൂമുത്തേ തത്തുന്ന ചിത്തത്തിൽ തെറ്റിത്താരങ്ങൾ വാനം പൂ ഏഹേ വാനം പൂ ഏഹേ വാനം പൂ ചൂടും തെളിവാതെ തുറന്നെന്റെ മൂടതാ വാനം പൂ ചൂടും തെളിവാതെ തുറന്നെന്റെ മൂടതാ കണ്ണിലെ കനലുവാൻ മാറിയായി പെയ്യടാ കണ്ണിലെ കനലുവാൻ മാറിയായി പെയ്യടാ എന്തിനാ മലേഷ്യന്ന് വന്നിട്ട് വെറുതെ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? ജോഗിങ് ചെയ്തോണ്ടിരിക്കല്ലോ. ആ. ഗ്രാമത്തിലെ ശുദ്ധവായു കിട്ടും. ഓ. മണ്ടൻ, നിനക്ക് വല്ലതും അറിയോ? 2 കിലോ വെയിറ്റ് കുറഞ്ഞ പോലെ ഉണ്ട്. അതങ്ങനെയൊന്നുമല്ല കുറഞ്ഞേ. പോലീസിന്റെ നല്ല താങ്ങ് കിട്ടിയില്ലേ, അതുകൊണ്ടാ കുറഞ്ഞേ. അല്ലാതെ ഓടിയുണ്ടൊന്നും അല്ല. അബദ്ധം പറ്റിപ്പോയടാ. പ്രമാണം വായിച്ചിട്ട് വാങ്ങണമായിരുന്നു. അടിയാധാരം മാത്രമല്ല, അവന്റെ അമ്മൂമ്മയുടെ ആധാരം വരെ നോക്കിയിട്ടേ ഞാൻ സ്ഥലം വാങ്ങും. തങ്കപ്പ, ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടൊന്ന് ബാങ്കിലിടാനാ ഞാൻ പറയുന്നേ. എല്ലാം എനിക്കറിയാം. എടാ, ഇത് കണ്ടില്ലേ? ഈ ഗ്രാമത്തിലേക്ക് ഒരു ജംഗിൾമാൻ വന്നിരിക്കുന്നു. ഇയാളുടെ 6 പാക്ക് ബോഡിയാ. തങ്ക, ഇത് കൃഷിക്കാരനാ. ആണോ? അപ്പൊ നമ്മുടെ അന്നദാതാവാണല്ലേ ഇദ്ദേഹം. നമസ്കാരം കർഷക. അനിയ, എന്തിനാ ഇങ്ങനെ വേർത്ത് കുളിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്? ശരീരം വിയർക്കാൻ വേണ്ടിയാ വേഗത്തിൽ ഓടുന്നേ. അങ്ങനെയാണോ? ഗ്രാമത്തിൽ എനിക്കൊരു 20 ഏക്കർ വസ്തുണ്ട്. അവിടെ വന്ന് കൃഷി ചെയ്താൽ നല്ലോണം വേർക്കാലോ. അതിന്റെ ആവശ്യമില്ല. ഞാൻ കുറെ സ്ഥലം മേടിക്കാൻ പോവാ. അവിടെ ഓടിക്കളിക്കാലോ. ബൈ ബൈ. FTVയിൽ ഇതുപോലെയുള്ള ഡ്രസ് ഇട്ടിട്ടാ എല്ലാരും നടക്കുന്നത്. അതെല്ലാരും കാണുന്നു. ഇയാളെ എന്താ ആരും നോക്കാത്തെ? അത് ഗ്ലാമർ, ഇത് ഫാമർ. അത് നേരാണല്ലോ. നമ്മുടെ നാട് വന്ന എക്സ്ക്യൂസ് മീ. ലവറിനെ കണ്ട് വിഷയുന്ന ആദ്യത്തെ കാമുകൻ ഇവൻ തന്നെയാണോ? എന്താ? നിങ്ങൾ ചോദിച്ച എല്ലാ സർട്ടിഫിക്കറ്റ്സ് ഇതിലുണ്ട്. അതിങ്ങ് തരൂ. പാൻ കാർഡും പാസ്പോർട്ടും ഉണ്ട് അതില്. അതെന്താ ഇങ്ങനെ നോക്കുന്നേ? ഇനിയും വല്ല പേപ്പറും ആവശ്യമുണ്ടോ? നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഞാൻ ചോദിച്ചതാ. ഇവളൊരു അഹങ്കാരിയാന്ന് പറഞ്ഞ് പോകുമെന്നാ ഞാൻ വിചാരിച്ചേ. ഞാൻ വെറുതെ ചോദിച്ചതൊക്കെ സീരിയസ് ആണെന്ന് വിചാരിച്ച് എടുത്തോണ്ട് വന്നതല്ലേ? നിങ്ങൾക്കതൊരു തമാശയായിരിക്കാം. എനിക്കിത് വളരെ സീരിയസ് ആണ്. നോക്ക്, എന്റെ അച്ഛനെ അമ്മയും ധിക്കരിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ കല്യാണ ആലോചന നടന്നോണ്ടിരിക്കുക. അവര് പെണ്ണ് കാണാൻ വരാൻ പോവാ. ഇനി മുതൽ എന്നെ ഫോളോ ചെയ്യുന്നതോ കാണാൻ വരുന്നതോ ഇതുപോലുള്ള പരിപാടി ഒന്നും എന്റെ അടുത്ത് വേണ്ട. നീ തന്നെ. നിങ്ങളുടെ കഴുത്തിൽ താലി വിടുന്നവരെ ഞാൻ കാത്തിരിക്കും കേട്ടോ. ഞാനില്ലാതെ അവളെ കാണാൻ പോയില്ലേ? 1000 രൂപ കൊണ്ട് കളഞ്ഞില്ലേ? ടാറ്റ പറഞ്ഞു പോയില്ലേ? ഇതിനാണ് ഞാൻ കൂടെ വേണമെന്ന് പറയുന്നത്. അവനെ അപ്സെറ്റിലിരിക്കുകയാണ്. നീ വെറുതെ എന്തിനാണ് അവൻ ശല്യം ചെയ്യുന്നത്? അളിയ, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ പെണ്ണ് കാണാൻ പോകുന്നേ. ഇതിനു വേണ്ടിയല്ലേ നിന്നോട് ഫോറിൽ നിന്ന് വരാൻ പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞ അമ്മയ്ക്ക് സങ്കടാവും. ഒന്ന് പടാ, വെറുതെ വെറുപ്പിച്ചോണ്ട്. വിഷമിക്കണ്ടല്ലയാ. അവര് തന്നെ വേണ്ടെന്ന് പറയുന്ന രീതി നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്നേ. ഈ ഗെറ്റപ്പ് എന്തിനാന്നാ വിചാരിച്ചത്? ചെറുക്കൻ ഞാനാണെന്ന്. നമ്മൾ ചെയ്യുന്ന കാര്യം കണ്ടിട്ട് അവര് വേണ്ടെന്ന് പറയുന്നേ. അത് കഴിഞ്ഞിട്ട് നിന്റെ കാര്യങ്ങള് അമ്മയോട് പക്വതയോടെ എടുത്ത് പറഞ്ഞ് നിന്നെ അവളുടെ കൂടെ ചേർത്ത് വെക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. നമുക്ക് ഇറങ്ങണ്ടേ? എന്താ മോനെ ഒരു വല്ലായ്മ? നീ വിചാരിക്കുന്ന പോലെ നല്ല ലക്ഷണമൊത്ത പെണ്ണാ. നീ വിഷമിക്കാതെ നമുക്ക് കല്യാണം നടത്താം. മോനെ വാ, മോനെ വാ, വരൂ. അതൊക്കെ ഞങ്ങള് വരാം. ആദ്യം ഓട്ടോയ്ക്ക് കാശ് കൊടുക്കേ. മോനെ, നിങ്ങൾ ഷെവർലെറ്റിൽ വരുമെന്നാണല്ലോ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഷെയർ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നു. അത് പിന്നെ കാറിലാണ് വന്നത്. വരുന്ന വഴി പഞ്ചറായി. പിന്നെ എന്റെ സുഹൃത്തൊരുത്തനുണ്ട്, അവനെ വിളിച്ച് പഞ്ചർ ഒട്ടിക്കാൻ അയച്ചു. ആദ്യം പെണ്ണ് റെഡിയാണോ നോക്കുന്നേ? അതൊക്കെ റെഡിയാ. വരൂ.
സൂക്ഷിച്ചേ, പടിയുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കാണാവുന്നേ, പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അകത്തേക്ക് വരൂ. ഇത് കണ്ട ഒരു സെറ്റപ്പ് പോലെ ഉണ്ടല്ലോ, വാടകയ്ക്കാണ്. അയ്യോ, സ്വന്തം വീടാ മോനെ, ലോൺ എടുത്ത് കിട്ടിയിരിക്കുന്നതാ. ഈ ബാങ്ക് ലോൺ അടയ്ക്കാത്തത് കൊണ്ട് ബാങ്കുകാർ വന്ന് സീൽ ചെയ്തെന്ന് പറഞ്ഞത് ആ വീട് ഇതാണോ? അയ്യോ, അത് നമ്മുടെ വീടല്ല, അപ്പുറത്തെ തെരുവിലെ വീടാ. അതെന്റെ ഭാര്യ കേട്ടോ. ആയിക്കോട്ടെ, മോളോട് വരാൻ പറയടി. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ തന്നെ പോയി വിളിച്ചോണ്ട് വരാം. ഇപ്പൊ വരാം. എല്ലാവരും ഇരിക്കൂ, ഇരിക്കൂന്നേ. ഞാനിപ്പോ വരേ. ഓരോ തലയിലെഴുത്ത്. പെണ്ണെവിടെ? പെണ്ണിന് വേറെ ഇവളെ എന്തിനാ കൊണ്ടിരുന്നേ? അവള് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനിയുമോ? അല്ല, സ്വീറ്റ്സും പലഹാരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചായ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നോ? ഈ മോന്തയ്ക്ക് ഇത് തന്നെ അധികം. അമ്മേ, ആ പെണ്ണിനെ കാണുന്നില്ലല്ലോ. അതാ മോനെ എനിക്ക് മനസ്സിലാകാത്ത. അതെ, അവിടെ ആരും ഇല്ലേ? പെണ്ണിനെ വേഗം വരാൻ പറഞ്ഞേ. കളയുന്നേ. അച്ഛാ, ഈ കുഞ്ഞിക്കുഞ്ഞാണോ ചെറുക്കനാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? ബ്രോക്കർ നല്ല ചെറുക്കനാണെന്നാണല്ലോ പറഞ്ഞത്. കണ്ണാടി നന്നായിട്ട് തുടച്ചിട്ടൊന്ന് നോക്ക്, അപ്പൊ അറിയാൻ പറ്റും ഇവ നല്ലതാണോ ചീത്തയാണോന്നും. എടാ കണ്ണാ, ഭൂമി കുലുക്കം എന്തോ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. അത് ഭൂമി കുലുക്കല്ലടാ, ആ പെണ്ണിന്റെ കുലുക്കാണത്. കണ്ണാ, ഇത് നമ്മുടെ ഇഡലി കടയിലെ പാർട്ടിയല്ലേ, നമുക്കറിയാമല്ലോ. എന്റെ അമ്മേ, ഇവളെ കാണാനാണോ ഇവൻ ഇത്ര ബുദ്ധിമുട്ട് വന്നത്? എടാ, നല്ല ലക്ഷണമൊത്ത പെണ്ണെന്ന് ബ്രോക്കർ പറഞ്ഞത്. ലക്ഷണമൊത്തൊന്നായിരിക്കില്ല പറഞ്ഞത്, ലക്ഷദ്വീപിന് അത്ര ഉണ്ടെന്നായിരിക്കും പറഞ്ഞത്. അമ്മ കേട്ടപ്പോ തെറ്റിയതായിരിക്കും. അയ്യോ, ഇങ്ങനെയൊക്കെ ചെറുക്കിന് വെളിനാട്ടിൽ 1 ലക്ഷം രൂപ ശമ്പള, ഒരു ബഹുമാനം ഇല്ലാതെ ചായ ബിസ്ക്കറ്റും കൊടുക്കുന്നു. ഹലോ, വീട്ടിൽ എന്താണുള്ളോ അതേ തരാൻ പറ്റുള്ളൂ. ഫോറിനിൽ എന്തെങ്കിലും ചെയ്യാന്നും പറഞ്ഞ് സാൻഡ്വിച്ച് ഒന്നും തരാൻ പറ്റില്ല. പെണ്ണ് കാണാൻ വേണ്ടി പെട്ടിയോട്ടല്ല വരുന്നത്. പിന്നെ നിന്നെ കാണാൻ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്നാൽ മതിയായിരുന്നു. ഓ ചുമ്മാ ഇരിക്കമ്മേ, ഇതൊക്കെ ഒരു ബിസ്ക്കറ്റ് ആണ്. പട്ടി പോലും എല്ലാം കുറയ്ക്കാനെടുത്ത് വായിലിട്ടോ. മോന്നുണ്ടല്ലേ, ദിവസം ഇതുപോലെ ഒരു 10 സ്ഥലത്തേക്ക് പോയിക്കോളും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ ഇന്ന് ഹോട്ടലാണെന്ന് വിചാരിച്ചോ? ഇപ്പോഴൊക്കെ ഹോട്ടലിൽ പോലും ആരും വരാറില്ല. വിശന്ന് കഴിയുമ്പോ കുടുംബസമേതം പെണ്ണ് കാണാൻ പോയിക്കോളൂ. ഇതുപോലെ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോട്ടൽ ജംഗ്ഷനിലുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ. അവിടുത്തെ ഹോട്ട് നമിത ഇഡ്ലി വളരെ നന്നായിരിക്കും. 4 എണ്ണം വാങ്ങിച്ച് വായിലിട്ട് മര്യാദക്ക് കാശ് കൊടുത്തിട്ട് പോയിക്കോളണം. അല്ലാതെ ഇതുപോലെ ഓഞ്ഞ ഡയലോഗ് അടിച്ചോണ്ടിരിക്കരുത്. നിന്റെ കടയിൽ ഇഡ്ഡലി കഴിച്ചാലേ ഞാനും നിന്നെ പോലെ ആവും. എന്റെ കണ്ണാ, എന്തൊക്കെ എവിടെയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ എന്തോ പോലെ. അരിയുടെ പരസ്യത്തിന് ഇവളെ മോഡലായിട്ട്. ഹലോ, അത് നിന്നെ പോലുള്ള നീരടിച്ചോമാരൊന്നും പറയാൻ പാടില്ല. അതെ, പെണ്ണെന്തൊക്കെ പറഞ്ഞാൽ കുറച്ച് അടക്കമൊക്കെ വേണം. അതുപോലുള്ള പെണ്ണുങ്ങളാണ് വേണ്ടത്. എന്നാ പിന്നെ ഏതെങ്കിലും ശ്മശാനത്ത് പോയിക്കോളൂ, ചിലപ്പോ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ നിങ്ങളുടെ മോൾ ഇങ്ങനെ സംസാരിക്കുന്നേ? നിങ്ങൾ മര്യാദക്കാണോ സംസാരിക്കുന്നത്? വീടിന്റെ അകത്ത് വന്നപ്പോ തന്നെ സെറ്റപ്പ് ആണെന്നല്ലേ ചോദിച്ചത്? ഞാനെന്താ ഇയാളുടെ വെപ്പാട്ടിയാണെന്ന് വിചാരിച്ചോ? എന്നാ പിന്നെ ഞാൻ വെപ്പാട്ടിയുടെ മോളോ? നമ്മളങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അമ്മേ, എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമല്ല. സ്റ്റോപ്പ് ദ മാരേജ്. നീ എന്തിനാണ് കിടന്ന് തുള്ളുന്നത്? ഒന്നും മിണ്ടാതിരിക്കെ. ഇയാളെന്റെ ഭർത്താവായാല് ആദ്യ രാത്രി തന്നെ ഇതുപോലെ ചായയിൽ വിഷം ഒഴിച്ച് ഞാൻ കൊല്ലും. നീയാണ് എന്റെ ഭാര്യയെങ്കിൽ ആ വിഷം ഞാൻ സന്തോഷമായിട്ട് കുടിക്കും. എന്നാ കൂടി. ഇതെന്തോന്ന് ടീ എന്നേ, ഇതിൽ ഉപ്പുമില്ല മുളകുമില്ല. എന്ത് ഫാമിലി ആരെങ്കിലും ചായയിൽ ഉപ്പും മുളകും ഇടുവോ? ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അവിടെ നോക്കടാ. എന്താ ഇവിടെ ഇത്ര ബഹളം? ബ്രോക്കർ പറഞ്ഞ പെണ്ണ് ഇവളായിരിക്കും. അമ്മേ, എന്നെ ലവ് ചെയ്യുന്നു പറഞ്ഞ ഇയാളമ്മേ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടമ്മേ. എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടവും. ഇവരുടെ മോള് ഞാനാ, ഇതെന്റെ ഫ്രണ്ടാ. അങ്കിളെ, ചെറിയൊരു തെറ്റിദ്ധാരണ നടന്നു. ചെക്കൻ ഞാൻ തന്നെയാ, പക്ഷേ വഷളൻ എന്റെ സുഹൃത്താണ്. ചെറുക്കനാണെന്ന് പറഞ്ഞ ആളെ മാറ്റി പറ്റിച്ചിട്ട്. അപ്പൊ നിങ്ങളോ? ഇവളാണ് പെണ്ണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചില്ലേ? ഈ കല്യാണം നമുക്ക് ശരിയായി വരില്ല. ഇതൊരു ഫ്രോഡ് ഫാമിലിയാണ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. എന്ത് രസത്തിലമ്മേ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് ഈ ബന്ധം തന്നെ ശരിയാക്കാമേ, എങ്ങനെയെങ്കിലും ശരിയാക്കാമേ പ്ലീസ്. വേണ്ട മോനെ, ഞാനും അങ്ങനെയാ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നടന്നൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വാ മോനെ, നമുക്ക് കിഴക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ഞാൻ പ്രേമിക്കുന്ന പെണ്ണാമേ, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണാമേ, പ്ലീസ് അമ്മേ, പ്ലീസ് അമ്മേ, പ്ലീസ് അമ്മേ. അമ്മേ അമ്മേ അമ്മേ, എങ്ങനെങ്കിലും കൺവിൻസ് ചെയ്യമേ, പ്ലീസ് അമ്മേ. പോകുന്നെന്ന് വിചാരിച്ച് തിരിച്ചു വരുന്നല്ലോ. പ്ലീസ് അമ്മേ. ഒന്നും പറയാതെ പോയി എങ്ങനെയാ? എന്റെ മോളുടെ അടുത്ത് 4 വാക്ക് സംസാരിച്ച് അവളൊന്ന് അനുഗ്രഹിച്ചിട്ട് പോയാൽ നന്നായിരിക്കും. ഞാൻ എന്തു പറയാനാ? പറഞ്ഞേക്ക്. എന്റെ മരുമോളെ എന്റെ കൂടെ പറഞ്ഞേക്ക്.
സ്വരജതി പാടും നെഞ്ചിൽ പാട്ടിൽ പെയ്തവരേ പണിമലരേ തൂവൽ കിളിയേ കണ്ണിൽ കണ്ണാടി വെയിൽ ചിത്രം കിനാവേ സ്വരജതി പാടും നെഞ്ചിൽ പാട്ടിൽ പെയ്തവരേ പനിമലരേ തൂവൽ കിളിയേ ശലഭം അതിൽ നിൻ ശൃംഗാരം സ്വരജതി പാടും നെഞ്ചിൽ പാട്ടിൽ പെയ്തവരേ പനിമലരേ തൂവൽ കിളിയേ ചേർന്നുണർന്നും ചുംബനം പകർന്നും പ്രാണവേണുമൊഴിയും പാട്ടിനാൽ പുണർന്നും മഞ്ഞുമാസമലരിൽ മൗനഗീതമോടെ ശ്രീലകന്യകേ നീ ഉൾത്തിടമ്പിലൂറൂ ആടമൂടും കാറ്റിൻ നെഞ്ചിലുള്ള താളം സ്വരജതി പാടും നെഞ്ചിൽ പാട്ടിൽ പെയ്തവരേ പനിമലരേ തൂവൽ കിളിയേ സാറിന്റെ അഡ്രസ് എവിടെന്നെങ്കിലും കിട്ടുവോടാ? തീർച്ചയായിട്ടും കിട്ടൂടാ. സുന്ദരപിള്ളേ, ബാങ്ക് ബാലൻസ് കണ്ടില്ലേ? അരിയേഴ്സ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് കണ്ണൻ. എൻ്റെ അധ്യാപകൻ ഭരതൻ സാറ് നല്ല അധ്യാപകനുള്ള മെഡൽ വാങ്ങിച്ച ആളാണ്. ഇപ്പൊ റിട്ടയർ ആയിരിക്കുകയാണ്. ആളെവിടെയാണെന്നറിയില്ല. അഡ്രസ് ഒന്ന് കിട്ടിയ എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് എവിടെയെല്ലാം അന്വേഷിച്ചു വന്നു. അദ്ദേഹം അവസാനമായി ജോലി ചെയ്ത് റിട്ടയർഡ് ആയത് വയനാട്ടിൽ വെച്ചാ. ആ സ്കൂളിലൊന്ന് പോയി തിരക്കി അറിയാം.
തിങ്കളാഴ്ച ട്രഷറിയിൽ പോയി നോക്ക്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് കിട്ടും. ശരി സാർ. അർദ്ധവാർഷിക പരീക്ഷയുടെ മാർക്ക് വന്നിട്ടുണ്ട്. ഉത്തരക്കടലാസ് തരാം, ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിച്ചോ. സുരേഷേ, 80 മാർക്കുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം. ശരി സാർ. കണ്ണാ, 30 മാർക്ക്. എന്തിനാ ചിരിക്കുന്നേ? ഈ ക്ലാസ്സിൽ 40 പേരുണ്ട്. എല്ലാവരും നല്ല മാർക്ക് എടുത്ത് പാസ്സായിരിക്കുക. പക്ഷെ നീ മാത്രം ഫെയിൽ. സ്കെയിൽ ആരുടെ അടുത്താ ഉള്ളത്? ഇങ്ങോ കൊണ്ടുവാ. അടുത്തേക്ക് വാ. നിനക്ക് മനസ്സിലാവാത്ത രീതിയിൽ പഠിപ്പിച്ചത് എന്റെ തെറ്റാണ്. കൈനീട്ട്. ഇന്നാ എന്നെ അടിക്ക്. അടിക്കടാ. ഞാൻ പറഞ്ഞാ നീ കേൾക്കില്ലേ? അടിക്ക്. അടിക്കാനല്ലേ പറഞ്ഞേ? അടിക്കടാ. സാർ, എന്നോട് ക്ഷമിക്കണം സാർ. ഇനി മുതൽ ഞാൻ നല്ലോണം പഠിച്ചോളാം സാർ. ചേട്ടാ, നിനക്കൊന്നും ശമ്പളമില്ല, പോടാ. അച്ഛന് വേണ്ടിയാ ഞാൻ ചോദിക്കുന്നത് ചേട്ടാ. പതിവ് പോലെ ഒരു ക്വാർട്ടർ താ ചേട്ടാ. ക്വാർട്ടറാടാ നിന്റെ ശമ്പളം. ഈ പൊട്ടിച്ച ബോട്ടിലിന് ആര് കാശ് തരും? മര്യാദയ്ക്ക് പോവാൻ നോക്കടാ. മോനെ, ഇത്ര നാള് കൊണ്ടുവന്ന് വെച്ച് ഇത് മുറ്റു സാധന. അച്ഛാ, ഞങ്ങളുടെ സാറ് അച്ഛാ. എണീക്കച്ചാ, എണീക്കച്ചാ. പഠിക്കുന്ന ചെറുക്കനെ ചാരായക്കടയ്ക്ക് അയക്കുന്നല്ലോ. നിനക്ക് തീരെ ബുദ്ധിയില്ലേ? ഭാര്യ മരിച്ച ദുഃഖ സാറേ. എന്റെ ഭാര്യയെ മരിച്ചുപോയി. അതുകൊണ്ട് ദിവസവും ഞാൻ കുടിച്ചോണ്ടാന്നോ ഇരിക്കുന്നേ? 40 പേര് പഠിക്കുന്ന ക്ലാസ്സിൽ ഇവൻ മാത്രം തോറ്റുപോയി. ഇങ്ങനെയാണെന്ന് നിന്റെ മോൻ ചാരായക്കടയിൽ ജോലി ചെയ്യേണ്ടതായി വരും. സ്വന്തം അച്ഛനായിരിക്കണം മകന്റെ വഴികാട്ടി. ഇങ്ങനെ കുടിച്ച് നീ ഒരു ദിവസം ചത്തുപോയാ ഇവന് പിന്നെ ആരുണ്ട്? വെറും അനാഥനായിരിക്കും. പിന്നെ നീ ചത്ത ദുഃഖം മറക്കാൻ ഇവനും കുടിക്കും. അവസാനം എന്തായിരിക്കും സംഭവിക്കുക? ഇവൻ പൊറുക്കിയോ റൗഡിയോ ആവും. സാറേ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്റെ കൊച്ചിന് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞാൻ ഇവന് വേണ്ടിയാ ജീവിക്കുന്നത്. ഇനി ഞാൻ കുടിക്കില്ല സാറേ. എനിക്ക് എന്റെ കൊച്ചിനെ നന്നായിട്ട് പഠിപ്പിക്കണം. വിരുന്നുകാർ, പുതിയതായി വന്നവർ, മുതിർന്നവർ എന്നുള്ളത് നോക്കാതെ. നമസ്കാരം സർ. നമസ്കാരം. നിങ്ങൾ സാറിന്റെ പഴയ സ്റ്റുഡന്റാ? അങ്ങനെയാണോ? സാറ് പഠിപ്പിച്ച പഠിപ്പും പറഞ്ഞു തന്ന മര്യാദയുമാണ് എന്നെ ഇന്ന് ഡോക്ടറാക്കിയത്. ഞാൻ സാറിനെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ? ശ്വാസം വലിക്കൂ. കുറച്ച് നന്നായിട്ട് വലിക്കൂ സർ. ഒന്ന് തിരിഞ്ഞ് സർ. ബ്രീത്ത് ചെയ്യൂ സർ. ഒരു പ്രാവശ്യം കൂടി സർ. എല്ലാം നോർമലായിട്ടുണ്ട് സർ. ഇവിടെ സിറ്റിയിലുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ നാളെ മുതൽ ഹൗസ് സർജനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ആദ്യം സാറിന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാ ചെയ്തത്. വെരി ഗുഡ്. വനിതാഭിമാനത്തോടെ ജോലി ചെയ്യണം. എല്ലാവരും ഇരിക്കേ. ഫൈനൽ എക്സാം ആണ് ഇന്ന് നിങ്ങൾ എഴുതാൻ പോകുന്നത്. എല്ലാവരും നല്ലതുപോലെ പരീക്ഷ എഴുതണം. മനസ്സിലായല്ലോ? സുരേഷ്, കണ്ണൻ എവിടെ? സർ, അവന്റെ അച്ഛൻ മരിച്ചുപോയി. അതുകൊണ്ട് പരീക്ഷയ്ക്ക് വന്നില്ല സർ. എനിക്കിനി ആരാണോ അച്ഛാ? കണ്ണ, ഇന്ന് നീ പരീക്ഷ എഴുതിയില്ലെങ്കിൽ 1 വർഷം നിനക്ക് വെറുതെ പോകും. ബോഡി എപ്പോഴാണ് എടുക്കുന്നത്? ഉച്ചയാവും സാർ. പൈസ വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതിനുള്ളിൽ ഇവനെ പരീക്ഷ എഴുതിപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നേക്കാം. ശരി സാറേ. ഇത് വെച്ച് പൈസക്കുള്ള ഏർപ്പാടുകളില്ല. എനിക്ക് ആരുമില്ല സാർ. അപ്പൊ ഞാൻ അനാഥയാണോ സാർ? ഇല്ല കണ്ണ, നിനക്ക് ഞാനുണ്ട്. നല്ലതുപോലെ പഠിക്കേ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുറവ് പഠിപ്പിൽ കാണിക്കേ. നിന്നെ
നിന്റെ വിദ്യാഭ്യാസം നിന്നെ രക്ഷപ്പെടുത്തും. ഞാൻ നിന്നെ സഹായിക്കാം. വാ. എടാ വരണ എല്ലാരും ഓടാ. പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പരിക്കേ ഉള്ളൂ. റെസ്റ്റ് എടുത്താൽ മതി, എല്ലാം ശരിയാകും. നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് സാറേ. എന്നെ മനസ്സിലായോ? കണ്ണൻ. കണ്ണാ, സുഖമാണോ മോനെ? സുഖാണ് സാറേ. സാറേ, ഞാൻ ജോലിക്കായിട്ട് മലേഷ്യയിൽ പോയി. പഴയ അഡ്രസ്സിലേക്ക് ലെറ്റർ അയച്ചു, പക്ഷെ തിരിച്ചു വന്നു. സാറിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ എത്ര ബുദ്ധിമുട്ടൊന്നും കിട്ടിയതേ ഇല്ല. നാട്ടിൽ വന്നതിന് ശേഷം ഫ്രണ്ട്സും ഞാനും കൂടി എല്ലായിടത്തും ചുറ്റി നോക്കി, എന്നിട്ടും കിട്ടിയില്ല. പക്ഷെ സാറിനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഈ റൗഡികളായിട്ട് സാറിന് എന്താണ് സാർ? അടുത്തുള്ള സ്കൂളിലെ പൂട്ട് പൊളിച്ച് ഈ റൗഡികളെല്ലാം മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള മുട്ടയെടുത്ത് ഇവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വന്നു. സ്കൂൾ നടത്തുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലെന്ന് ഞാൻ ചോദിച്ചു. അത്രയേ ഉള്ളൂ. എന്നെ അടിക്കാൻ വന്നു. അവരൊന്നും വിടാൻ പാടില്ല സാറേ. പോലീസിനടുത്ത് കംപ്ലൈന്റ് ചെയ്യണം. വേണ്ട മോനെ, വേണ്ട.
സോറി, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ 5 കോടി. സ്ഥലത്തിന്റെ ഓർഡർ 2 കോടിയാ പറയുന്നത്. ഇപ്പൊ ഡീലിംഗ് ഈ ബോസ് മൂലമാണ് നടക്കുന്നത്. 3.5 ചെയ്യാം ബോസ്. ഞാൻ അറിയാതെ 4 കോടിക്ക് സംസാരിച്ച് 2 പേരെ ഞാനങ്ങ് തട്ടിക്കളഞ്ഞു. എന്താ ബോസ്, അവന്മാരൊക്കെ കൊല്ലുന്നു പറഞ്ഞ പോലെ ഞങ്ങളെ കൊല്ലുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണോ? നീ ഇല്ലാതെ ഡീല് തീർക്കാൻ ഞങ്ങൾക്ക് അറിയാം ബോസ്. ഓ പോയി ചെയ്യേ. പിന്നെന്തിനാ ഇവിടെ വന്നത്? അവന്റെ കൂടെ കൂലിത്തല്ലുകാരുണ്ട്, എന്റെ അടുത്ത് രാഷ്ട്രീയക്കാരുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നത്? ഡോ, ആ സ്ഥലത്തിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് തനിക്കറിയാവോ? നിങ്ങളിൽ ആരെങ്കിലും ബോസ് ഇല്ലാതെ ആ വസ്തു ഒന്ന് വിറ്റു നോക്ക്, അപ്പൊ അറിയാം എന്തെല്ലാം പ്രശ്നമുണ്ടെന്ന്. കൊച്ചിയിലും നിങ്ങൾ മാത്രമല്ല ബോസ്. പാളയം രവി, മൊട്ട ശങ്കർ, ബോംബ് ബാബു എല്ലാത്തിനെയും ശരിക്കും അറിയാവുന്നവനാ ഞാൻ. ഞങ്ങൾ വിചാരിച്ച ബോസിനെ പോലെ മറ്റൊരാളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോ 5 തീർക്കാവല്ലോ അല്ലേ? ഇപ്പോഴത്തെ റേറ്റ് 6. ഡോക്ടർ രൂക്ഷമായിട്ട് നോക്കിയിട്ട് പോയി. ഇനി നമ്മുടെ അടുത്ത് വരില്ല. അപ്പൊ ഇനി റേറ്റ് 7. ആരോ വിൽക്കുന്നു, ആരോ വാങ്ങിക്കുന്നു. നീ റേറ്റ് അങ്ങ് കൂട്ടിക്കൊണ്ട് പോവാണല്ലോ. ഹലോ അണ്ണാ, നമ്മുടെ ശേഖരനെ ആരോ കൊന്നണ്ണ. ശേഖരനെ കൊന്നവന്റെ ബോഡി എനിക്ക് കാണണോടാ. വന്നോളൂ സാറേ. എടാ കണ്ണാ, ബസ്സിൽ ആക്സിഡന്റ് ആയ അവൻ മരിച്ചു പോയടാ. അളിയ വാടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എടാ, സാറിനെ നീ വീട്ടിൽ കൊണ്ടേയാക്ക്, ഞാൻ വരാം. എടാ നീ എങ്ങോട്ടായി പോകുന്നത്? മരിച്ചവന്റെ വീട്ടിലേക്ക്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഞാനാ. എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. എന്റെ അധ്യാപകനെ നിങ്ങളുടെ മകനും കൂട്ടരും ചേർന്ന് റോഡിലിട്ട് അടിക്കുകയായിരുന്നു. എന്നെ ഈ നിലയിലാക്കിയ ആളാ, വയസ്സായ ആളാ. അതുപോലും നോക്കാതെ നിങ്ങളുടെ മകൻ അദ്ദേഹത്തിന്റെ തലയിൽ വിറകൊണ്ടടിച്ചു. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ആ ദേഷ്യത്തിൽ ഞാൻ അവനെ പിടിക്കാൻ ഓടിയത്. പെട്ടെന്നൊരു ബസ് വന്നവനെ, ഇതിന് കാരണക്കാരൻ ഞാനാണോ എന്ന് എന്റെ മനസ്സിൽ ഒരു കുറ്റബോധം, പിന്നെ വേദനയും. ഞാൻ അതുകൊണ്ട് നിങ്ങളെ കാണാൻ വന്നത്. എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചു, പൊക്കോ. നിങ്ങളുടെ മകന്റെ മരണത്തിന് തീർച്ചയായിട്ടും നീ കാരണമല്ല മോനെ. എപ്പോ ആയുധം എടുത്ത് അവൻ ആൾക്കാരെ കൊല്ലാൻ തുടങ്ങിയോ അന്ന് മനസ്സിലായി ഇവന്റെ അവസ്ഥ ഇതാണെന്ന്. ഒന്നീ അതെങ്കിൽ ഗുണ്ടയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ അതെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന്. എന്നാ ആക്സിഡന്റിൽ അന്തസ്സോടെ മരിച്ചുപോയി. ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഈ കാലത്ത് തെറ്റ് ചെയ്തെന്ന അപരാധത്തിൽ എന്നോടൊന്ന് ക്ഷമ ചോദിക്കുന്നില്ലേ? നീ നല്ലവനാ മോനെ. നീ ഇനി ഇവിടെ നിൽക്കണ്ട. നിന്നെ അവന്റെ ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോ. നീ ഇവിടെ നിൽക്കാൻ പാടില്ല. വേഗം പോ മോനെ. ഇനിയും അവനെ കണ്ടുപിടിച്ചില്ലേ? നിങ്ങളൊക്കെ വേസ്റ്റാടാ. അറിയാ, ഇങ്ങനെ നേരെ പോയാ കൊച്ചി എയർപോർട്ടിലെത്തോ? എയർപോർട്ടിലേക്കോ? അന്ന് കോണ കൊടുത്തോണ്ട് വന്നത് താനല്ലേ? കലപ്പേന്തിയ കർഷകനായിട്ട് വന്നത് താനല്ലേ? ഇതെന്താ കൂട്ട് സൂട്ടൊക്കെ ഇട്ട് കാറി വന്നിറങ്ങുന്നത്? അനിയാ, എന്റെ കയ്യിൽ 20 ഏക്കർ വസ്തു ഉണ്ടായിരുന്നല്ലോ. അതെ, അതൊരു IT കമ്പനിക്കാരൻ ചോദിച്ചു. നല്ല വില കിട്ടി. ആവശ്യം പോലെ പൈസയും വന്നു. അതാ ഗെറ്റപ്പ് മാറ്റിയത്. എടാ ദുഷ്ട, കൃഷി ചെയ്യുന്ന സ്ഥലം കമ്പ്യൂട്ടർ കമ്പനിക്ക് വിറ്റുന്നു. അതെ, പഴയതെല്ലാം മറന്നു അല്ലേ? പഴയതൊക്കെ ആര് പറഞ്ഞു? പുറമേ കോട്ടുള്ളൂ, ഉള്ളിൽ അന്ന് കിട്ടി അതേ കോണാൻ തന്നെയാ. ഇത് അലക്കുന്ന ശീലമേ ഇല്ല അല്ലേ? ശരി, ഞാൻ വരട്ടെ. വരല്ലേ, പോ. കർഷകൻ പ്ലെയിനിൽ പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ കൃഷി സ്ഥലം പോയല്ലോ. ബൈ. വയലിനകത്ത് കോൺക്രീറ്റ് കെട്ടിടം പണിതാ, പിന്നെ അതിന്റെ മോളിൽ വേണം കൃഷി ചെയ്യാൻ.
അയ്യോ ഒരുപാട് നേരം അങ്ങ് വെയിറ്റ് ചെയ്തോ? അത് സാരമില്ല, ഓട്ടോയിൽ പോലോ. ഫോറിൻ കാറിൽ രാജാവിനെ പോലെ വന്നിറങ്ങി. ഇപ്പോ ആട്ടോയിലാണ് യാത്ര. അതൊന്നും കാര്യമില്ലടോ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലമുണ്ടല്ലോ, അത് വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. സുരക്ഷിതം സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ചുറ്റും വേലിയുണ്ട്, ആധാരം കൃത്യമാണ്, ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും സമയം പോയിട്ടില്ല. ഈ കാശ് മുഴുവൻ ബാങ്കിൽ കൊണ്ടിടണം. വേണ്ട, ബാങ്കിലിട്ട് അങ്ങനെ തന്നെ കിടക്കും. ലാൻഡിലിട്ട് അത് കൂടിക്കൊണ്ടേയിരിക്കും. നീ വെറുതെ തല ഉണ്ടാക്കണ്ട. ബ്രോക്കറുടെ വെയിറ്റിംഗ് ആണ്. നമുക്ക് ഇപ്പൊ തന്നെ പോയി അഡ്വാൻസ് കൊടുത്ത് സ്ഥലം മേടിക്കാം. കേറ് 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 കേറ്. ആ വിട്ടോ വിട്ടോ, വണ്ടി പോട്ടെ. അവനെ വിടരുത്. കേറാ, വണ്ടി കേറാ. അവനെ കണ്ടാൽ ചൂണ്ടാക്കണം. കേറാ. ആ കുടുംബത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇവനെ വെച്ചോണ്ടിരിക്കുന്നത്. നിർത്തടാ, ഇയാള് വലിയ ഡീസന്റ്. അയ്യോ, ബോസ് വിളിക്കുന്നു. ആ പറയൂ ബോസ്. എടാ, അവനെ കിട്ടിയോന്നു. ബോസ്, അവനെ അന്വേഷിച്ച് ഞങ്ങൾ എല്ലായിടത്തും പോയി. തീർച്ചയായിട്ടും പിടിച്ചിരിക്കും ബോസ്. ബോസ് ഭയങ്കര ടെൻഷനിലടാ. ഛേ, എങ്ങനെയാണോ മിസ്സായത്? ശേഖറിന്റെ വീട് വരെ ഉണ്ടായിരുന്നു, അതിനുശേഷം കാണാൻ. അവൻ ഈ നാട്ടുകാരനല്ലടാ. പക്ഷേ അവന്റെ ഫ്രണ്ടിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ആ GH-ന്റെ അടുത്തൊരു ഫോട്ടോസെറ്റ് കടയില്ലേ, അവിടെ വെച്ച ഞാൻ അവനെ കണ്ടത്. വരണടാ, പോവാം. അവൻ എവിടെടാ? അറിയില്ല. എന്താടാ അറിയില്ലെന്നോ? ചോദിക്കുമ്പോ തന്നെ പറഞ്ഞ സുഹൃത്ത് ബന്ധത്തിന് എന്താണ് ഒരു വില? എടാ, എന്റെ ദേഹത്ത് കൈവച്ച കാരണം നിങ്ങളെ വെറുതെ വിടില്ല. എന്താന്ന് വെറുതെ വിടില്ലെന്നോ? ഏയ്, എന്താണ് ചെയ്യുന്നത്? വന്ന് ഞങ്ങളുടെ കൈ വെട്ടിക്കളയോ? വരട്ടെ, അപ്പം നോക്കാം. ഏയ്, നമ്മൾ അവനെ അന്വേഷിച്ച് കുറെ നടന്നില്ലേ, ഇനി അവൻ നമ്മളെ അന്വേഷിച്ച് നടക്കട്ടെ. പോടാ, പോ. ഒന്ന് വേഗം പോടാ. എന്തിനാടാ ടെൻഷൻ അടിക്കുന്നത്? എങ്ങനെയാടാ ടെൻഷൻ ആവാതിരിക്കുക? അവന്റെ വൈരാഗ്യം എന്നോടാ, പിന്നെ ഇവനെ എന്തിനാ? ഇത് ഇവിടം വെച്ച് അവസാനിപ്പിക്കാന്നേ. റൗഡീസ് അവിടെ നടക്കുന്നു, റോട്ടിൽ നടക്കുന്നു, അടുത്ത വീട്ടിൽ നടക്കുന്നു. നമുക്കെന്താണെന്നല്ലേ ചോദിച്ചേ? ഇന്ന് നമുക്കെന്നെ സംഭവിച്ചല്ലോ. ആരാടാ അവരൊക്കെ? ബോസ്, അവനാണ് എല്ലാത്തിനും കാരണം. നമ്മുടെ സുഹൃത്തിന്റെ കൈ വെട്ടിയവൻ. അന്ന് നമ്മൾ കണ്ട രണ്ടുപേര്. അവന്റെ വണ്ടി നമ്പർ ഇവൻ നോട്ട് ചെയ്തിട്ടുണ്ട്. KL 49 7677. സോ ബോസിന്റെ ആൾക്കാർ ഗുണ, രവി, രാജ 7677 വണ്ടിയിൽ വന്ന് നിങ്ങളുടെ സുഹൃത്തിന്റെ കൈ വെട്ടിയിരിക്കുന്നു. അതെ സാർ. ആക്ഷൻ എടുത്തേക്കാൻ പൊക്കോ. ഇവൻ പഴയ പണി തുടങ്ങി. പോലീസ് സ്റ്റേഷന് മാത്രം വെള്ളം അടിച്ചാ പോരാ, മനസ്സിലും കുറച്ച് വെളുപ്പ് വേണം. എന്തു പറ്റി? കംപ്ലൈന്റ് ചെയ്ത ഉടനെ അവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അങ്ങ് അകത്തിടുമെന്ന് വിചാരിച്ചാ? നിനക്ക് വേണമെങ്കിൽ ഗാന്ധിയുടെ പടം ശരിയായിട്ട് വെക്കാം, പക്ഷെ ഇവിടത്തെ പോലീസുകാരെ ശരിയാക്കാൻ പറ്റില്ല. ഈ സമയം കൊണ്ട് ബോസിനെ ആ പോലീസുകാരൻ തന്നെ വിളിച്ചു കാണും. ജാതി, റിയൽ എസ്റ്റേറ്റ്, രാഷ്ട്രീയം മൊത്തത്തിൽ കലഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഈ വർഷത്തിൽ മാത്രമായിട്ട് 8 പേരെ കൊന്നിട്ടുണ്ട്. ഒന്നിലും ഇടപെടാതെ എല്ലാരും പൊക്കോണ്ടിരിക്കുക. ഇതൊരു വലിയ ഗ്രൂപ്പ് ആളിയാ, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. എത്ര വലിയ ഗ്രൂപ്പായിരുന്നു എന്താ? ഈ മണ്ണിനൊരു പാരമ്പര്യമുണ്ട്. അത് ഏതെങ്കിലും 4 റൗഡുകൾ ചേർന്ന് നശിപ്പിക്കുന്നത് എനിക്ക് കയ്യും കെട്ടി നോക്കിയേക്കാൻ പറ്റില്ല. സാറിനെ അവരടിച്ചു, നമ്മുടെ സുഹൃത്തിന്റെ കൈ വെട്ടി. എങ്ങനെയാടാ ക്ഷമിക്കുക നമ്മള്? എന്നെ കൊണ്ട് പറ്റില്ല. നിയമപരമായി നടപടിയെടുക്കാനാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുത്തത്. അവര് നടപടി എടുക്കണം. അവരെടുത്തില്ലെങ്കിൽ ഞാനെടുക്കും. ആരാണത്? എന്താ? കൊറിയർ ഉണ്ട്, അതിനാ വന്നേ. നമ്മുടെ പോലീസുകാരല്ലേ? ആ പൊക്കോ. എന്തുവാടാ അത്? എന്തോ കൊറിയറാ, ഹാൻഡ് വിത്ത് കെയർ എന്ന് എഴുതിയിട്ടുണ്ട്. അത് അവിടെ വെച്ച് തന്നെ തുറന്നു നോക്ക്. അയ്യോ, ഒരു കയ്യാ. ബോസ്, ഞാൻ കണ്ണനാണ്. നീ ബുദ്ധിയുള്ളവനല്ലേ? എന്നെ വരുത്താനല്ല എന്റെ ഫ്രണ്ടിന്റെ കൈവെട്ടിയത്. നിന്നെ ഇവിടെ വരുത്താൻ നിന്റെ ആളുടെ കൈവെട്ടി ഞാൻ അയച്ചിട്ടുണ്ട്. മഹാരാജ തിയേറ്ററിൽ ഞാനുണ്ട്.
നീ ധൈര്യമുള്ള ആണാണെങ്കിൽ ഇവിടേക്ക് വാ. വേഗം വന്നാ നിന്റെ ആള് ജീവനോടെ കിട്ടും. ഇല്ലെങ്കിൽ ഹാൻഡ് വിത്ത് കെയർ ഹെഡ് വിത്ത് കെയർ ആവും. കൈ വന്നതുപോലെ പാർസലില് തല വരും. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നിനക്കൊന്നും പറ്റില്ലല്ലോ. എനിക്കൊന്നും പറ്റില്ലടാ. പോടാ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നമ്മുടെ ബോസിനെ അവർ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തിരിക്കടാ. അവർ ഇവിടെ തന്നെ ഉണ്ടാ. പറയടാ, എവിടാ നിന്റെ ബോസ്? ഏയ് ബോസ്, പുറത്തേക്ക് വാടാ. ഏയ് റൗഡി റാസ്കൽ, ഭരതൻ സാറിന്റെ ഫോട്ടോ എങ്ങനെയാ ഇവിടെ? ഇദ്ദേഹത്തിന് നിനക്ക് എന്താണ് ബന്ധമുള്ളത്? എന്റെ അച്ഛനും നിനക്കും എന്താണ് ബന്ധം? വിശ്വസിക്കാനാവുന്നില്ല സാർ. സാറിന്റെ മകൻ ഇങ്ങനെയൊക്കെ. അവനെ ഞാൻ പഠിപ്പിച്ചില്ല, എൻ്റെ അടുത്ത് വളർന്നില്ല. എൻ്റെ ഭാര്യ പ്രസവത്തിൽ മരിച്ചുപോയി. എൻ്റെ അനുജത്തിക്ക് കുഞ്ഞുങ്ങളില്ല. എൻ്റെ മോനെ ചോദിച്ചപ്പോൾ ഞാനും കൊടുത്തു. സാറുമാരുടെ പിള്ളേർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയാറുണ്ട്. നിന്റെ കണക്ക് പക്ഷെ കൃത്യമാണല്ലോടാ. ഞങ്ങൾക്ക് അടുത്ത ആഴ്ച തൊട്ട് കൂടുതൽ തിരക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ അവനെ വളർത്തിയില്ലെന്ന് എന്നോട് അവൻ്റെ ദേഷ്യം മുഴുവനും. എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇവനെ തെറ്റായിട്ടാണ് വളർത്തിയത്. അവനെ ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി. അവനെപ്പറ്റി കേൾക്കുമ്പോഴെല്ലാം എൻ്റെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. ഉറക്കം പോയി. എങ്ങനെങ്കിലും മുകളിലേക്ക് പോകണമെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അണ്ണാ, ഈ കണ്ണൻ വെറുതെ ഇരിക്കുന്നില്ല.
എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പൊക്കോണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നാൽ അവനൊരു പേടിയാണു. ഇനി അവന്മാരുമായിട്ടൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടെന്നേ. നീ പറഞ്ഞ ശരിയാ. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. കൊടുത്ത കംപ്ലൈന്റ് തിരിച്ചു വാങ്ങി. എന്ത് ചെയ്യാനാ? ഭരതൻ സാറിന്റെ മകനല്ലേ. അവിടുത്തെ ജോലി വിട്ടു വന്ന് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനാ. അവനെങ്ങാനും സാറിന്റെ മകനല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് കാരണം ഒരുപക്ഷെ എന്റെ ജീവിതം തന്നെ മാറിപ്പോയനെ. അതിനെ പറ്റിയൊന്നും വിഷമിക്കണ്ട. നമുക്കായിട്ടൊരു ജീവിതം, അതിൽ ഞാൻ, നീ, ഒരു കൊച്ചു കുഞ്ഞ്, ചെറിയ ഒരു വീട്. ഇതാണ് എന്റെ സ്വപ്നം. ഓ, റേഷൻ കട വഴി വല്ല കുപ്പിയും കിട്ടുമായിരുന്നെങ്കിൽ ഒന്ന് പെട്ടെന്ന് ആവട്ടെ. അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ അതും കിട്ടും. തങ്ക, ഇനിയും നിനക്ക് സമയമുണ്ട്. സമയമെല്ലാം പോയടാ. അന്ന് ഞാൻ പറഞ്ഞപ്പോ നീ കേട്ടോ? 4 ചക്രത്തിൽ ഹോൺ അടിച്ച് നീ വന്നു. ഇപ്പോ 2 ചക്രത്തിൽ ബെല്ലു അടിച്ചോണ്ട് കിടക്കുക. പോട്ടടാ, ജീവിതം തന്നെ ഒരു ചക്രമല്ലേ. അത് ശരിയാ. ഇവിടെ ഉള്ളവന് മോളിൽ പോവാം, മോളിലുള്ളവന് താഴോട്ടും വരാം. എടാ, ക്യൂവില് കോണം കൊടുത്തോണ്ട് നിൽക്കുന്നവനാരാ? അതമ്മടെ മുത്തുമണിയല്ലേ? നമ്മുടെ കർഷകൻ. ആ, റേഷൻ കടയിൽ അവനെന്താ നിൽക്കുന്നത്? കേട്ടോ, കർഷകൻ മുത്തുമണി. അതെ, ഇവിടെ എന്താ എടുക്കുക? വാങ്ങി നിൽക്കുക. എടാ മഹാഭാവി, നെൽകൃഷി ചെയ്യുന്ന താൻ തന്നെ റേഷൻ കടയിൽ അരിക്ക് വേണ്ടി ക്യൂ നിന്നാൽ എങ്ങനെയാ? വീണ്ടും കോണം കൊടുത്തല്ലോ. കോട്ടും സൂട്ടൊക്കെ എന്തായി? അനിയാ, അതായത് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി നിർത്തുന്നത്. സ്ഥലം വിറ്റ് 50 ലക്ഷം രൂപ കാശില് അമേരിക്കയിൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുക്കന് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തു. നല്ല കാര്യമാണല്ലോ. അവരവിടെ സ്വന്തമായിട്ട് IT കമ്പനി തുടങ്ങി. നഷ്ടം സംഭവിച്ചു. MT ആയി നമ്മുടെ നാട്ടിൽ തന്നെ തിരിച്ചു വന്നു. അപ്പൊ നമ്മുടെ നാട്ടിലെ കർഷകന് എന്താണ് മിച്ചമായിട്ടുള്ളത്? ഇത് തന്നെയാ മെച്ചം. എന്താ ഇത്? ഞാൻ കെട്ടിയിരുന്ന കോളനാ. എടാ നെഗിനെ, നല്ല രസമുണ്ട്. ഞാനല്ലേ തള്ളിക്കൊണ്ട് വരുന്നത്. അതല്ല ഞാൻ പറഞ്ഞ, ഈ സ്ഥലം നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. റോഡിന്റെ ഈ ഭാഗത്തൊരു സ്കൂളും ഈ ഭാഗത്തൊരു ആശുപത്രിയും പണിത എങ്ങനെ ഉണ്ടാവൂടാ? ഈ സൈഡിലെ സമരം ഒന്ന് തലയും പൊട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവിടെ പോയി അഡ്മിറ്റ് ആവാ. ഇത് എന്റെ തലയിൽ കത്തിയില്ലല്ലോ. ശരി, എന്തോ സസ്പെൻസ് കാണിക്കാന്ന് പറഞ്ഞല്ലോ, എന്താടാ അത്? ആ സസ്പെൻസ് ദേ വരുന്നു. ഹലോ, ഹായ്. ഇതാണോടാ നീ പറഞ്ഞ സസ്പെൻസ്? കണ്ട പേടിപ്പിക്കുന്ന സസ്പെൻസ്. സാർ ആരാ സാർ? ഞാൻ ഇവിടുത്തെ ബ്രോക്കർ. നിങ്ങൾ ലാൻഡ് ഓണർ പൊന്നപ്പൻ. അതാ അവിടെ കാണുന്ന സ്ഥലമില്ലേ? അതെ. അതല്ല നമ്മുടെ സ്ഥലം. അതിന്റെ ലെഫ്റ്റിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. അവിടെയാണ് നമ്മുടെ സ്ഥലം. ഓ, അതെ അതെ അതെ. എടാ നികിനെ, നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് ഈ അത്ഭുതകരമായ സ്ഥലം നമ്മൾ മേടിച്ചു. ഇവിടെ സ്കൂള് പണിയാം, ഇവിടെ ആശുപത്രി പണിയാം. വാസ്തുക്കെ കൃത്യമായിരിക്കും. നാളെ കാലത്ത് കന്നിമൂലയില് ഒരു കിണർ പണി തുടങ്ങാം. കന്നിമൂലയിൽ കിണർ വെട്ടുന്നതൊക്കെ ഇരിക്കട്ടെ, ഇന്ന് രാത്രി അഗ്നിമൂലയിൽ പോയിരുന്ന് 2 ബിയർ അങ്ങ് അടിക്കാം. സൂപ്പർ, നമുക്ക് ആഘോഷിക്കാം. ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. പക്ഷെ അതിനു മുമ്പ് 2 പ്രധാനപ്പെട്ട കാര്യം. എന്ത് പ്രധാനപ്പെട്ട കാര്യം? വരാം. എന്ത് പ്രധാനപ്പെട്ട കാര്യമെന്തോ? ഇവനെയൊക്കെ സുഹൃത്തായി കിട്ടാൻ ഭാഗ്യം ചെയ്യണം. എന്താടാ ഇത്? ഇത് വായിച്ചു നോക്ക്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അനുവാദമില്ലാതെ ഇതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല. ഇനി നിന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. ആണോടാ? ഇതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതും പിടിച്ചോണ്ട് നീ ഇവിടെ നില്ല, ഞാൻ പോയി ബിയർ വാങ്ങിക്കൊണ്ടു. ശരിടാ. എടാ, കയ്യിലുള്ള കാശ് മുഴുവനും കൊടുത്തിട്ട് ഈ സ്ഥലം മേടിച്ച്. അതുകൊണ്ട് വലിയ ബീർ വേണ്ട, ഒരു കുഞ്ഞു ബീർ മതി കേട്ടോ. ഇതുപോലെ നല്ല സുഹൃത്തുക്കളെ ദൈവത്തിന് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. വിടില്ല. പാവങ്ങൾക്ക് ഇവിടെ ഒരു ധർമാശുപത്രിയും ഒരു സൗജന്യ സ്കൂളും ഞാൻ പണിയും. ഇത് സത്യം. അയ്യോ അയ്യോ, ഒരുപക്ഷെ ഭൂമിദേവി ആയിരിക്കൂ. ശരി, കുറച്ച് അങ്ങോട്ട് മാറി തറയ്ക്കാം. സാർ നമസ്കാരം സാർ. ഈ സ്ഥലം ഞാൻ ഇന്നാ മേടിച്ച് ഇവിടെ ഒരു ബോർഡ് വെക്കാൻ വേണ്ടി കുഴിക്കുക. ഉറങ്ങിക്കിടന്നവന്റെ തലയിൽ കുത്തിയിട്ട് ഇങ്ങനെ രക്തം വരുത്തി കളഞ്ഞല്ലോ നിങ്ങൾ. തലയിൽ കുത്തിയെന്നോ? സാർ, ഞാൻ ഇവിടെയല്ലേ കുഴിച്ചത്. സാറിന്റെ തലയിൽ എന്ത് പറ്റി? സാർ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 20 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉറങ്ങുന്നത്. 20 വർഷമായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നു? നെറ്റിയില് രൂപയെ കൊട്ടിച്ചിട്ടുണ്ടല്ലോ. ആരാ നിങ്ങള്? ആരാവിടെ? മഹാരാജാവ് വരുന്നുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ റിവേഴ്സിലേക്ക് പോവാണ്. നിങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോളൂ. റിവേഴ്സിൽ പോകുക? എന്താ ഇത്? നേരെ ഇങ്ങനെ വന്നു, എന്നിട്ട് ഇങ്ങനെ പോയി. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്താ സാർ ഇത്? നാടകം കഴിഞ്ഞ് വരുമ്പോ ഡ്രസ് തിരിച്ചു കൊടുത്തിട്ട് വന്നൂടെ? ഇങ്ങനെയാണോ കെട്ടിയെടുക്കുന്നത്? എന്നെ കണ്ടിട്ട് നടനാണെന്നോ?
ഞാൻ രാജരാജവർമ്മയുടെ പ്രധാന പഠന. രാജരാജവർമ്മയുടെ പ്രധാന പഠനോ? എന്താ സാർ പറയുന്നേ? അതിരിക്കട്ടെ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ ഈ സ്ഥലം മേടിച്ച ഓണറാ. ആരും അകത്ത് പ്രവേശിക്കാൻ പാടില്ലെന്നുള്ള ബോർഡ് വെക്കാൻ വന്നതാ. കൊട്ടാരത്തിന്റെ സ്ഥലം കയ്യേറുന്നു. കൊട്ടാരത്തിന്റെ സ്ഥലമോ? എന്താ നിങ്ങൾ പറയുന്നേ? എന്റെ രാജാവും രാജ്ഞിയും 1000 വർഷങ്ങളായിട്ട് ഇവിടെയാണ് ഉറങ്ങുന്നത്. 1000 വർഷങ്ങളായിട്ട് ഉറങ്ങുന്നുണ്ടെന്നോ? ഒരു പിടി കിട്ടുന്നില്ലല്ലോ. അവർക്ക് കാവലായിട്ട് ഞാനിവിടെ നിന്നുറങ്ങുകയാണ്. നിന്നോണ്ടുറങ്ങുന്നെന്നോ? രാജാതിരാജ രാജകുലോത്തുംഗ രാജരാജവർമ്മ മഹാരാജാവ് എഴുന്നള്ളുന്നു. എന്റെ രാജാവ് എഴുന്നള്ളി, ഞാൻ പുറപ്പെടുകയാണ്. പടം മോളിപ്പോയി. 1000 വർഷമായിട്ട് രാജാവ് ഉറങ്ങുന്നെന്നോ? അങ്ങനെയാണെങ്കിൽ രാജാക്കന്മാരുടെ കാലത്തെ ശ്മശാനമാണോ ഇത്? അയ്യോ അയ്യോ അയ്യോ, പ്രേതം പ്രേതം പ്രേതം, ശ്മശാനവും വിറ്റ് കളഞ്ഞല്ലോടാ. നിന്റെ കൂടെ ഇങ്ങനെ ബൈക്കിൽ വരാൻ എന്തൊരു സന്തോഷാന്നറിയോ? അമ്മേ, എന്താ പറ്റിയത്? ആരാ നിങ്ങള്? നിങ്ങക്ക് എന്താ വേണ്ടേ? ഇനി അവരുടെ കാര്യത്തിൽ ഇടപെട്ട നിന്നെ കൊല്ലുമെന്ന് അവര് പറഞ്ഞു മോനെ. നീ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു കണ്ണാ. നീ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലൈന്റിന് ഞാൻ വീട്ടിൽ ആക്ഷൻ എടുത്തത് നീ കണ്ടില്ലേ? ഇപ്പൊ നിന്റെ ഉള്ളിൽ ഭയങ്കര തീയായിരിക്കും അല്ലേ? എന്നെ ചുട്ടുകരിക്കാനുള്ള കോപമുണ്ടല്ലേ? കൊതിയുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ, എൻ്റെ അധ്യാപകൻ ഭരതൻ സാറിനോട് എനിക്കുള്ള ബഹുമാനം, അതാണ് എന്നെ തടയുന്നത്. എടാ വിഡ്ഢി, ഞാൻ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്നറിയോ? നിന്നെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്യാനല്ല, കൊടുത്ത കംപ്ലൈൻറ്റ് തിരിച്ചെടുക്കാൻ. അതുപോലും മനസ്സിലാക്കാതെ ഈ റൗഡികളെ വിട്ട് എൻ്റെ വീട് അടിച്ച് നശിപ്പിച്ചില്ലേ? ഞാൻ നിന്റെ അടുത്ത് വരാതെ ജീവിച്ചു പോകുന്നില്ലേ? വീണ്ടും വീണ്ടും എന്തിനാ ഉപദ്രവിക്കുന്നത്? ഞാൻ ചെയ്യും. നിന്നെ ഞാൻ വിടില്ല. എന്റെ ആളെ കൊന്നത് നീയാണ്. നിന്റെ ആളെ കൊന്നത് ഞാനല്ല, അതൊരു ആക്സിഡന്റ് ആയിരുന്നു. നിന്റെ അച്ഛനെ ഓടിച്ചിട്ട് വെട്ടാൻ പോവായിരുന്നു, അത് ഞാൻ തടഞ്ഞു. അങ്ങനെ നിന്റെ ആള് മരിച്ചത്. നിങ്ങളുടെ അച്ഛനാണെന്ന് അറിയില്ലായിരുന്നു. എടാ, നിന്റെ അച്ഛൻ പഠിപ്പിച്ചു വിട്ട എത്രയോ ആൾക്കാർ ഡോക്ടറായും കളക്ടറായും എഞ്ചിനീയറായും അദ്ദേഹത്തെ സ്മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനാ നീ. ഇങ്ങനെ വെട്ടുകത്തിയെടുത്ത് റൗഡികളുടെ ഒപ്പം നടക്കലടാ. എന്റെ സ്ഥലത്തേക്ക് വന്നിട്ട് എനിക്ക് തന്നെ അഡ്വൈസ് ചെയ്യുന്നല്ലേ? നോ, അഡ്വൈസ് ചെയ്യലടാ, അത്രയ്ക്ക് വിഷമമുണ്ട്. ഞാനൊരു അനാഥനാണ്. എന്നെ വളർത്തി പഠിപ്പിച്ച് ഞാൻ ജീവിതത്തിൽ ഈ ഒരു നിലയിലെത്തിയതും അതിനെല്ലാം കാരണം നിന്റെ അച്ഛനാണ്. ഒരു അനാഥനെ എന്റെ അച്ഛൻ പഠിപ്പിച്ചു വളർത്തി, പക്ഷെ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നെ അനാഥനാക്കിയില്ലേ? അതിന് ഞാൻ എങ്ങനെ പകരം ചോദിക്കും? പഠിക്കാൻ അറിയാത്തവന് പോലും പഠിപ്പിച്ചു എന്റെ അച്ഛൻ. അതുകൊണ്ട് അവരൊക്കെ നല്ല നിലയിലാണിപ്പോ. പഠിക്കാത്ത ഒരുത്തനെ ഈ സമൂഹം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയക്കാരനെ മാത്രമാണ്. അതുകൊണ്ടാണ് അമ്മാവന്റെ കൂടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. എന്നെ പറ്റി ആരെങ്കിലും പറയുമ്പോൾ എന്റെ അച്ഛൻ തല കുനിക്കണം. സ്വന്തം മകനെ നന്നായി വളർത്തിയില്ലല്ലോ എന്ന് മനസ്സിനുള്ളിൽ വിതുമ്പണം. എന്തു പറ്റി? റിയാക്ഷനൊക്കെ മാറിയല്ലോ. അധ്യാപകന്റെ മകൻ റൗഡി ആയല്ലോ എന്ന് നീ ഫീൽ ചെയ്യാണോ? അത് വേണ്ട. ഇനി ഒരിക്കലും ഈ കാര്യവും പറഞ്ഞ് എന്നെ അന്വേഷിച്ച് നീ ഇങ്ങോട്ട് വരരുത്. ഇനി മുതൽ ഈ റൗഡീസൊക്കെ വിട്ടേക്ക്. നാളെ രാവിലെ 10 മണിക്ക് സിറ്റിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മണിയെന്നൊരു ഡോക്ടറിനെ ഞാൻ കൊല്ലും. പറ്റുമെങ്കിൽ തടയടാ. ഞങ്ങളുടെ പ്രിയ നേതാവ്, 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 ജനങ്ങളുടെ പ്രിയ നേതാവ്, ജനനായകൻ, ഞങ്ങളുടെ നേതാവ്, ജനരക്ഷകൻ, ജനനേതാവ്, മണി ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പ്രിയ നേതാവ്. ഈ കൊച്ചിയുടെ ഐശ്വര്യം. വരൂ സാർ, സുഖല്ലേ? അതെ അതെ, ഇത് ഹോസ്പിറ്റലാ. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ അവിടെ പോയിരിക്കൂ.
എന്താ? സോറി സോറി മാഡം, ഡോക്ടർ മണി സാറിനെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ 4 മണിക്ക് ശേഷം വന്നോളൂ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മണി ഡോക്ടറോ? ബോസ് വേണ്ട, പറയുന്നത് കേക്ക്. വേണ്ട ബോസ്. ബസ് സ്റ്റാൻഡിനടുത്ത് നിനക്കൊരു 6 അടി ഒതുക്കാം. സാറേ, മണി സാറിനെ ആരെ എന്താ പറ്റിയേ? എന്താ ഇതെന്തിങ്ങനെ? എന്ത്? കണ്ണാ, പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു. എന്നാ പിടിച്ചോ. എടാ എടാ നികിനെ, നികിനെ. സാറേ, അവന്റെ അടുത്ത് നിന്നുള്ള പടമെല്ലാം ഞങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞങ്ങളെ ഒന്ന് ഗൗനിക്കണേ. ഇവന്മാരൊക്കെ സ്ഥിരം പറ്റിക്കപ്പെടുവാണെന്നാ തോന്നുന്നത്. അതൊന്നും കുഴപ്പമില്ലടാ. തങ്കപ്പന് കൊച്ചുനാളിലോട്ടെ ഒരു ശീലം. എന്ത് നല്ല കാര്യം ചെയ്യണോ പക്ഷെ അത് ചെയ്യില്ല, എന്താ പാടില്ലാത്തത് പക്ഷെ അതേ ചെയ്യൂ. ആ ലോജിക്ക് പിടിച്ച് അത് കട്ട് ചെയ്തു. മനസ്സിലായടാ, സ്വന്തം കൂട്ടുകാരനെ ചതിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ആയിക്കോട്ടടാ, ഇതുവരെ എന്റെ ഗ്രൗണ്ട് ഫ്ലോർ പറയുന്നതാണ് ഞാൻ കേട്ടത്. ഇനി എന്റെ ടോപ്പ് ഫ്ലോർ പറയുന്നതാണ് ഞാൻ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ കാണാൻ പോകുന്നു. സിറ്റിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റൗഡിസം, ഹാൻഡലിസം, കൂലിപ്പടകള്, ക്രമസമാധാനം തകർന്നിരിക്കുന്നു. പോലീസ് സേനയ്ക്കുള്ളിൽ രാഷ്ട്രീയക്കാരുടെ ഇൻവോൾവ്മെന്റ് ആണ് സാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ഈ ഉത്തരം മാത്രം മതിയാവില്ല DGP. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ് സാർ. ഇനിമേൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല. ഓക്കെ? ഓക്കെ സാർ. പട്ടാപ്പകലിൽ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കൊന്നിരിക്കുന്നു, പുറത്ത് പോലീസിന്റെ കാവൽ. റെഡിക്കുലസ്. ഇതുപോലൊരു നാണക്കേട് ഇനി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാനില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ സാർ. 1 മിനിറ്റ് സർ. കൊല ചെയ്യപ്പെട്ട ഡോക്ടർ മണി എന്റെ കസിനാണ്. ജോക്കർ വന്നല്ലോ. പെട്ടെന്ന് ചീട്ടിടെ, കളി തുടങ്ങാം. ആരാടാ ഇവനൊക്കെ? പുതുതായിട്ട് വന്ന പിച്ചക്കാരനെ പോലുണ്ടല്ലോ. അത് നമ്മുടെ തങ്കപ്പനാ. തങ്കപ്പനെ ഇങ്ങനെ തരകപ്പനാക്കിയല്ലോടാ. ഇനി അവൻ എന്ത് ചെയ്യാനാ പോകുന്നേ? ഇനി എന്ത് ചെയ്യാനാ? ഏതെങ്കിലും അമ്പലത്തിൽ പിച്ച എടുക്കണം. ദേവി മഹാമായേ, ഇങ്ങനെ വാരിക്കോരി തന്നല്ലോ. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യും? ഇവരെന്താ ദേവിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുവാടോ? അതെ അതെ. വരണടാ, നമുക്ക് പോയി നോക്കാം. ദേവി, ഇതുവരെ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ മേടിച്ചു, എല്ലാത്തിലും ഞാൻ കബളിപ്പിക്കപ്പെട്ടു. പക്ഷെ ഇപ്പൊ ഞാൻ വാങ്ങിച്ച സ്ഥലത്ത് എവിടെ കുഴിച്ചാലും നിധിയാണല്ലോ കിട്ടുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? അവിടെയുള്ള നിധികൾ മുഴുവൻ കുഴിച്ചെടുത്താൽ അംബാനിയെക്കാളും വലിയ പണക്കാരനാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രേ പണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ചോറിന് പകരം സ്വർണ്ണ നാണയങ്ങൾ തിന്നാൻ പറ്റില്ലല്ലോ. ഓരോ മനുഷ്യനും ആവശ്യമായിട്ടുള്ളത് 2 ഇഡ്ഡലിയും കുറച്ച് ചമ്മന്തിയും മാത്രമാണ്. തങ്കപ്പ, ജീവിതത്തിന്റെ തത്വം 2 ഇഡ്ഡലിയിലും കുറച്ച് ചമ്മന്തിയിലും നീ വർദ്ധിച്ചല്ലോ. മസാല വട കൂടെ ഉണ്ടായിരുന്ന കൊള്ള. അത് നിന്നെ പോലെ കാശുള്ളവർക്കാ. നീ പറഞ്ഞാലോ സത്യമാണ്. അതേടാ, അവസാനമായി നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്ന സ്ഥലത്ത് ഇതുപോലെ സ്വർണ്ണ നിധികൾ ഉണ്ട്. ഓക്കെ, ഇത് ഗവൺമെന്റിന് പോയി ചേരും. പക്ഷെ ഇത് ഗവൺമെന്റിനെ അറിയിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിങ്ങൾ തന്നെ ഈ ലാൻഡ് ആർക്കെങ്കിലും വിറ്റു തരുമോ? എന്ത് വില തരും? ഞാൻ കൂടുതലൊന്നും പറയില്ല. ഇതുവരെ ലാൻഡ് മേടിച്ച് 5 കോടിയെങ്കിലും പോയി കാണും. പക്ഷെ ഈ ഒരു സ്ഥലത്തുനിന്ന് മാത്രം 500 കോടിയെങ്കിലും കിട്ടും. എനിക്ക് അത്രയൊന്നും വേണ്ട. 5ന്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് 6 കോടിയായിട്ട് തന്നാലേ എനിക്ക് സന്തോഷം. ഞാൻ വാങ്ങിച്ചോളാം. നിങ്ങളുടെ കയ്യിലൊക്കെ അത്രയും പൈസ ഉണ്ടോ? ഉണ്ടോന്നോ? കിട്ടുന്ന സമ്പാദ്യം എല്ലാം കൂട്ടി വെച്ചിരിക്കല്ലേ? കിട്ടുമ്പോ സമ്പാദിച്ചായിരിക്കും അല്ലേ?
ഇതിപ്പോ സമ്പാദിച്ചതാണോ? എപ്പോ സമ്പാദിച്ച തങ്കപ്പൻ എന്താ? രജിസ്ട്രേഷൻ നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം. സമയമില്ല. ഇനിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സമയം തെളിയാൻ പോകുന്നേ. രജിസ്ട്രേഷൻ ഇന്ന് തന്നെ വെച്ചോളൂ. ഞാൻ നാളെ മലേഷ്യയിലേക്ക് തിരിച്ചു പോകും. നല്ലോല കുഴിക്കടേ. എല്ലാ നിധിയും എടുത്ത് നമുക്ക് കോടീശ്വരന്മാരാവാം. പെട്ടെന്ന് തോണ്ടാ തോണ്ട്. ആ വേഗം വേഗം. എടാ ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് കേൾക്കുന്നുണ്ട്. എടാ എല്ലാ നിധിയും ഭൂമിക്ക് അടിയിൽ തന്നെ കാണും. അങ്ങനെ കിട്ടുന്ന നിധി നമുക്കെല്ലാവർക്കും പങ്കിട്ടെടുക്കാം. എടാ എവിടെയോ കൊണ്ടുപോലെ ഉണ്ട്. ഈ നിധി എനിക്ക് തന്നെയാ മക്കളെ. അല്ലേ നോക്കിക്കോ. എടാ എല്ലാ നിധിയും എടുത്ത് പുറത്ത് വെക്ക് വേഗം. ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞ പ്രശ്നമാ. വേഗോടെ വേഗം. ഹലോ കൂട്ടുകാരന്മാരെ, വാങ്ങിയ സ്ഥലത്ത് നിധിക്ക് വേണ്ടി കുഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? നീ ഇനി മലേഷ്യക്ക് പോയില്ലേ? നിധി കുംഭം എത്ര എണ്ണം കിട്ടുമെന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതാ. നീ 6 കോടി രൂപയ്ക്ക് വസ്തു ഞങ്ങൾക്ക് വിറ്റില്ലേ? ഇനി നീ പോ. ഞാൻ പോകുന്നിരിക്കട്ടെ. ആധാരം കൃത്യമായിട്ട് എല്ലാരും വായിച്ചു നോക്കിയോ? ആധാരം വീട്ടിലാ ഉള്ളത്. എന്റെ കക്ഷത്തിൽ അതിന്റെ കോപ്പിയുണ്ട്. വായിച്ചു തരട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രധാനപ്പെട്ട ഒരു പേജെങ്കിലും ഞാൻ വായിക്കാം. വായിച്ചിട്ട് വേഗം പോവാൻ നോക്ക്. പൊക്കോളാം. അതായത് മേൽ പറഞ്ഞ പോലെ വിറ്റ വസ്തു വാങ്ങിച്ച 6 പേരും ജീവിതകാലം മുഴുവനും അത് അനുഭവിക്കാൻ അർഹതപ്പെട്ടവരാണ്. അത് ഞങ്ങൾക്ക് അറിയാലോ. പക്ഷെ അതവർ ഓർഡർ ആയിട്ട് മാത്രമേ അനുഭവിക്കാവൂ എന്ന് പ്രത്യേകം പറയുന്നു. എന്നുവെച്ചാ ബാക്കി വായിക്കാം. ആദ്യം പൊന്നപ്പനും തീയാൻ അനുഭവിച്ച് മരിച്ചതിനു ശേഷം ഉത്തമൻ മരിച്ചതിനു ശേഷം സത്യന്റെ മരണത്തിന് ശേഷം യോഗേഷിന്റെ മരണത്തിന് ശേഷം മാനസിജന്റെ മരണത്തിന് ശേഷം മാത്രമേ ഈ നികിനെ അനുഭവിക്കാൻ പറ്റൂ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഒരു മലയിടിച്ചാലേ മറ്റൊരു കുഴി നഗരൂ. അപ്പോ ഇത് കിട്ടാൻ എനിക്ക് ഒരുപാട് വർഷം എടുക്കുമല്ലോ. എന്തോന്നാണ് തെലുങ്ക് പടത്തിന്റെ ക്ലൈമാക്സ് പോലെ നിൽക്കുന്നത്? ഇത് കൊള്ളാമല്ലോടെ. എല്ലാരും കുത്തിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. അവനെ കൊന്നിട്ട് ഞാൻ അനുഭവിക്കാന്ന് വിചാരിച്ചു. ഇവനെ കൊല്ല എനിക്ക് സ്വത്ത് മുഴുവൻ കിട്ടുന്ന ഞാനും വിചാരിച്ചു. എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. ഞാനും അത് തന്നെ വിചാരിച്ചു. പക്ഷെ ടൈമിംഗ് മിക്സ് ആയി പോയി. ടൈമിംഗ് അല്ലടാ, നിങ്ങളുടെ 6 പേർക്കും ലൈഫ് ടൈമേ തീർന്നു കഴിഞ്ഞു. ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 6 പേരും മരിച്ചു പോകുന്നു. വേണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ 6 പേരുടെ നിധി നിങ്ങൾക്ക് കാണണ്ടേ? ഇപ്പൊ കണ്ടോടാ നിധി. എല്ലാരും ശരിക്ക് കണ്ടോ? തകരട്ടിന് തന്നെയാടാ. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. എല്ലാരും കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയതല്ലേ? മറ്റുള്ളവരുടെ മുതലിന് ആഗ്രഹിച്ച ഇതായിരിക്കും അവസ്ഥ. വെടിക്കെട്ടുകാരനെ ഉടുക്കോട്ട് പേടിപ്പിക്കുക. ഇപ്പൊ എല്ലാരെ കൊണ്ട് ഞാൻ PP വായിപ്പിച്ചില്ലേ? നിങ്ങളെ പോലുള്ള ഉടായ്പകൾ കാരണം സത്യസന്ധമായി കച്ചവടം നടത്തുന്ന ബ്രോക്കർമാർക്കും ചീത്തപ്പേരാടാ. വരട്ടെടാ, ഇവിടെ തന്നെ കിടന്നു. ഇപ്പൊ എന്തിനാ സൈലന്റ് ആയി നിൽക്കുന്നത്? ഒരു മ്യൂസിക് തുടങ്ങട്ടെ. രാജീവ് കൊച്ചി നോർത്ത്, സുരേഷ് കൊച്ചി വെസ്റ്റ്, രമേശ് തൃപ്പൂണിത്തറ, സത്യമൂർത്തി മെഡിക്കൽ കോളേജ്, ആനന്ദൻ ഫോർട്ട് കൊച്ചി, ശിവദാസ് കാക്കനാട്, വരദരാജൻ വൈറ്റില, വിജയകുമാർ ഫോർട്ട്, സുന്ദരേശൻ മട്ടാഞ്ചേരി. സിറ്റിയിൽ പ്രധാനമായും നോക്കുകയാണെങ്കിൽ റൗഡിസം 2ആയിട്ട് തിരിക്കാവുന്നതാണ്. ജാതിപരമായ റൗഡികൾ ഒരു രീതിയിൽ, സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. സാറേ, ശങ്കര രവി ഇവന്മാരൊക്കെയാണ് പ്രധാന പ്രശ്നക്കാര്. ഇപ്പൊ അവർ രണ്ടുപേരും ജീവനോടെ ഇല്ല. എന്നിട്ടും ഗുണ്ടായസ് അവസാനിച്ചിട്ടില്ല. ഇവന്മാരുടെ ശല്യം കാരണം കൊച്ചി ജീവിക്കാൻ വയ്യ സാർ. ബസ് സ്റ്റാൻഡിനടുത്തുള്ള 8 ഏക്കർ സ്ഥലം വാങ്ങുന്നതിനാണ് ഈ മത്സരം. അതിനുവേണ്ടി ഇതുവരെ 3 കൊലകൾ ചെയ്തു. ഡോക്ടർ മണിയുടെ മരണവും അതിനെ സംബന്ധിച്ചുള്ളതാണ് സാർ. ബോസിന്റെ പേരിൽ എത്ര കംപ്ലൈന്റ് ഉണ്ട്? ഒരു കംപ്ലൈന്റ് പോലും ഇല്ല സാർ. എന്ത്? ഇത്രയും വലിയ ചരിത്രമുള്ള ഒരുത്തിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് പോലും ഇല്ലെന്നോ? കബാലി എന്നൊരു ബ്രോക്കറെ ബോസിന്റെ ആൾക്കാർ നാട് റോട്ടി വെച്ച് കൊന്നു. അത് ഞാനാ എൻക്വയറി ചെയ്തേ. അതുകൊണ്ട് തന്നെ കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. രാഷ്ട്രീയ നേതാക്കൾ, ഡിസ്ട്രിക്ട് പ്രസിഡന്റ് മൂർത്തി ഇടപെടായിരുന്നെങ്കിൽ ബോസിന്റെ അഹങ്കാരം 4 ദിവസം കൊണ്ട് അടക്കാം സാർ. അവന്റെ പേരിൽ ഒരേ ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സ്റ്റേഷനിൽ ഉണ്ടോ എന്ന് നോക്ക്. അല്ലെങ്കിൽ അവൻ കാരണം ബാധിക്കപ്പെട്ട ആരെക്കൊണ്ടെങ്കിലും ഒരു കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കേ. ഓക്കെ? സാർ, ഇൻസ്പെക്ടർ വെങ്കടേഷ സംസാരിക്കുന്നത്. ബോസിനെ പറ്റി ഒരു റെക്കോർഡ്സും ഇല്ല സാർ. സാർ, എഫ്ഐആർ ചെക്ക് ചെയ്തു. ബോസിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഇല്ല സാർ. ബോസിനെ കുറിച്ച് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ല സാർ. ഫ്രണ്ട്സ്, നിയമപരമായ കാര്യങ്ങളിൽ
ഓട്ടോക്കാരായി നിങ്ങളും സഹായിക്കണം. അറിഞ്ഞോ അറിയാതെയോ പല കുറ്റങ്ങളിലും നിങ്ങളും ഇൻവോൾവ് ആകുന്നുണ്ട്. ഈയിടെയായി സിറ്റിയിൽ നടന്ന കുറ്റകൃത്യങ്ങളിൽ നിങ്ങളെപ്പോലുള്ളവരാണ് കൂടുതലും ഇൻവോൾവ് ആയിരിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന കുറ്റവാളികളുടെ പേരിൽ കർശനമായ നടപടികളുണ്ടാവും. ഓട്ടോ ഡ്രൈവേഴ്സ്, പോലീസ് ഫ്രണ്ട്സ്, കുറ്റവാളികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾ പറയുന്ന വിവരങ്ങൾ ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. എന്താ ഓക്കെ അല്ലേ? നമസ്കാരം സാർ, സൗത്ത് CA സംസാരിക്കുന്നത്. ബോസുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ കൊടുത്തിരിക്കുന്നത്. കൈ വെട്ടിയതുമായി ബന്ധപ്പെട്ടൊരു കേസാ, പക്ഷെ വാപസ് വാങ്ങിച്ചു. ആ കണ്ണൻ എനിക്ക് കാണണം. സാർ, കണ്ണൻ എന്നൊരാൾ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ഹലോ, നിങ്ങൾ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്യും. നമസ്കാരം സാർ. കം. ബോസിന്റെ പേരിൽ പരാതി കൊടുത്തിട്ട് എന്തിനാ പിൻവലിച്ചേ? ബോസിന്റെ അധ്യാപകന്റെ മകനാ. മനസ്സിലായില്ല. എന്നെ പഠിപ്പിച്ച് ജീവിതത്തിൽ ഈ ഒരു നിലയിലാക്കിയതിന് കാരണക്കാരൻ തന്നെ ഭരതൻ സാറാ. അദ്ദേഹത്തിന്റെ മകനാണ് ബോസ്. ഭരത് സാറോ? ജാഫർ, നീ പറ. മഹാത്മാഗാന്ധിയെ ദേശീയ പിതാവെന്ന് ആദ്യമായി പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദേശീയ ഗീതം ആദ്യമായി പാടിയ സംസ്ഥാനം കേരളമാണ്. സാറേ, ഇദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് വന്ന പുതിയ SP ആണ്. സാറിനെ കാണണമെന്ന് പറഞ്ഞപ്പോ. സാർ ഇരിക്കൂ. ഞാൻ ജാഫർ. സാർ പഠിപ്പിച്ചത് കാരണമാണ് ഞാൻ ഇന്നീ നിലയിലെത്തിയത്. 3 വർഷം സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. സാർ, ഇതെന്റെ ഭാര്യ. നമസ്കാരം. ഇതെന്റെ മോൻ ഭരത്. നമസ്കാരം അപ്പൂപ്പ. നന്നായി വരും. ഇരിക്കേ. എൻ്റെ അടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾ നല്ല നല്ല സ്ഥാനങ്ങളിലാണെന്ന് അറിയുന്ന സമയത്ത് എൻ്റെ മനസ്സിന് അതിൽ കൂടുതൽ സന്തോഷമില്ല. എട്ട് മർഡർ, ഒരുപാട് പരാതികൾ. ബോസിനെ ഷൂട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടി മോളിൽ നിന്ന് ഓർഡറുണ്ട്. അതെന്താണെന്ന് വെച്ചാ, പോലീസിലെ സറണ്ടർ ആയി കഴിഞ്ഞാൽ എൻകൗണ്ടറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ജയിൽ ശിക്ഷ മാത്രമേ കിട്ടുള്ളൂ എന്നാ പറയുന്നത്. സാറൊന്ന് സംസാരിച്ച് സറണ്ടർ ആവാൻ പറയൂ. ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. ഇഞ്ഞു വന്നേ. കണ്ണാ, ആ പുസ്തകം ഇങ്ങെടുത്തേ. നിനക്ക് ഗാന്ധിജിയെ പറ്റി അറിയാമോ? അറിയാം. ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടാ. എങ്കിൽ വെച്ചോ. നന്ദി അപ്പൂപ്പ. അപ്പൂപ്പ, നാളെ എനിക്ക് സ്കൂളിൽ പ്രച്ഛന്ന വേഷ മത്സരമുണ്ട്. അതിന് ഞാൻ മഹാത്മാഗാന്ധിയുടെ വേഷം ഇടട്ടെ? വെരി ഗുഡ്. വരട്ടെ സാർ. വന്നട്ടെ. അവൻ എവിടാ ഉള്ളത്? നീയോ എന്നോടൊപ്പം വാ. വേണ്ട, സാർ സംസാരിച്ചിട്ട് വന്നാ മതി. വന്നല്ലോ സാറേ, വന്നല്ലോ. മകൻ ധീരനാവണമെന്ന് പറഞ്ഞ് സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ പേര് വെച്ചതല്ലേ? ഇപ്പൊ എന്റെ പേര് സിറ്റിയിൽ എത്ര ഫേമസ് ആണെന്ന് കണ്ടില്ലേ? 24 മണിക്കൂറും പോലീസ് വലവീശി അന്വേഷിച്ചാലും എന്റെ പവർ ഒരിക്കലും കുറയില്ല. ഇപ്പൊ എന്നെ കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ടല്ലേ? കണ്ടില്ലേ, എന്റെ മകൻ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവസാനം എന്താ സംഭവിച്ചത്? ഇത്ര കാലം ഇല്ലാത്ത സ്നേഹം ഇപ്പൊ എന്തിനാണ്? നിന്നെ വെടിവെച്ച് കൊല്ലാൻ പോവുകയാണ്.
പോലീസുകാർ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊന്നും നടക്കില്ല. അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വെറുതെ അവന്മാര് ഭീഷണിപ്പെടുത്തുക. ഇത്രയും നാള് സംരക്ഷിച്ച എന്നെ എനിക്ക് ഇനിയും സംരക്ഷിക്കാൻ അറിയാം. നീ വിട്ടോ. ചെല്ല് നിന്നെ കാണുന്നതന്നെ എനിക്ക് കല്യാണം. ഞാൻ പറയുന്ന കേൾക്ക്. പോലീസ് സറണ്ടർ. വാശി കാണിക്കരുത്. ഞാൻ പറയുന്ന കേൾക്ക്, അല്ലെങ്കിൽ പോലീസുകാർ നിന്നെ കൊല്ലും. സാറേ, ഇതെല്ലാം നിന്റെ ഏർപ്പാടാണല്ലേ? ബോസ്, ഇപ്പോഴെങ്കിലും നിന്റെ അച്ഛൻ പറയുന്ന അനുസരിക്കേ. ഇന്ന് നീ സറണ്ടർ ആയില്ലെങ്കിൽ നാളെ നിന്നെ പോലീസ് വെടിവെച്ച് കൊല്ലും. മര്യാദക്ക് സറണ്ടർ. വേണ്ട. എന്നെ ഉപദേശിക്കാണോ നീ? വേണ്ട, ഞാൻ പറയുന്ന കേൾക്ക്. വേണ്ട. എന്തിനാ നീ ഇങ്ങനെ അടി വാങ്ങിക്കുന്നത്? സാറിന്റെ കൺമുന്നിൽ വെച്ച് സാറിന്റെ മകനെ അടിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല സാറേ. എണീക്കടാ, വാടാ. എന്താണോ നോക്കി നിൽക്കുന്നത്? അടിക്കടാ അവന്. അച്ഛന്റെ മേത്താണ് കൈ വയ്ക്കുന്ന. എണീക്കടാ, വാടാ. വരാൻ എണീക്കടാ, വരാൻ. കണ്ണ വേണ്ട, വേണ്ട കണ്ണ, വേണ്ട. അവൻ ചത്തുപോകും. വേണ്ട കണ്ണ, വേണ്ട. പറയുന്ന കേൾക്ക്. വേണ്ട, വേണ്ട. ഇതൊക്കെ നീ ഏർപ്പാട് ചെയ്തല്ലേ? ഇല്ല മോനെ, ഞാനല്ല. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ബോസ്, ഓടരുത്. ബോസ്, നിക്ക്. റാസ്കൽ. സർ, ബോസ് രക്ഷപ്പെട്ടു. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയില്ല സാർ. സോറി സാർ, ഇനി ഞങ്ങൾക്ക് വേറെ വഴിയില്ല സാർ.
സ്വന്തം മകൻ മരിക്കാൻ പോകുന്ന കാര്യം ഒരച്ഛനും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഞാൻ എവിടെങ്കിലും പോവാ, നീ എല്ലാ കാര്യങ്ങളും നോക്കിക്കോ. സർ വേണ്ട സർ വേണ്ട സർ വേണ്ട സർ. എവിടേക്കാണ് പോന്നെ? എന്നോടല്ലേ ചോദിച്ചത്? എവിടെയാണ് പോകുന്നത്? പെട്ടെന്ന് കേറ്. അവിടെ പുറകെ പോ. സർ ബോംബ് സർ സർ. അവനെ പിടിച്ചേ പറ്റൂ. അവനെ വിടരുത്. വാടോ. പോലീസ് പോയി വെട്ടെ. എവിടെ പോലീസ്? ബോസിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? പോലീസ് എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവനെ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടുപിടിക്കും. സാർ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നാളേക്ക് സ്വാതന്ത്ര്യദിനം. അനാഥാശ്രമത്തിൽ കൊടിയേറ്റാനായി എന്നെ വിളിച്ചിരിക്കുകയാണ്. നീയും വന്നേക്കേ. ശരി, വരട്ടെ സാറേ. ബോസ്, കണ്ണനാ സംസാരിക്കുന്നേ. പോലീസുകാർ നിന്നെ കണ്ടുപിടിക്കും. അവരുടെ കൈകൊണ്ട് ചാവില്ലെന്ന് ശബ്ദം എടുത്തിരുന്നില്ലേ? നിന്റെ മരണം എൻകൗണ്ടറിലായിരിക്കും. പോലീസുകാരന്റെ കൈകൊണ്ട് ഞാൻ ചാവില്ലടാ. എടാ, നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. പോലീസ് ആരാണ് പബ്ലിക് ആരാണെന്ന് അറിയാത്ത രീതിയിൽ അവർ നാട് മുഴുവൻ വളഞ്ഞു കഴിഞ്ഞു. ടൗണിലിട്ട് ചെക്ക് പോസ്റ്റ് ഇട്ടിരിക്കുക. എല്ലാ വീട്ടിലും നിന്നെ തപ്പിക്കൊണ്ടിരിക്കുക. ഏത് നിമിഷവും നീ പിടിയിലാവും. പക്ഷേ എനിക്ക് നിന്നെ രക്ഷിക്കാനാവും. ഇത് നിന്റെ പുതിയ പ്ലാനാണ്.
എനിക്ക് തീർച്ചയായും നിന്നെ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. എന്നെ കൊടുക്കാൻ നോക്കല്ലേ നീ? എടാ, നീ വിഡ്ഢിയാണോടാ? ഒരു ക്രിമിനലിനെ സഹായിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷെ നീ ഭരത് സാറുടെ മകനാ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ഞാനുള്ള സ്ഥലത്ത് ആർക്കും വരാൻ പറ്റില്ല. നീ എങ്ങനെയാടാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്? ഏയ് ബോസ്, എന്റെ കണ്ണു വെട്ടിച്ച് നിനക്ക് എവിടേക്ക് രക്ഷപ്പെടാനാവില്ല. നിന്റെ ഓരോ നീക്കം ഞാൻ വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ നിന്റെ കോമ്പൗണ്ട് ഗേറ്റിന്റെ പുറത്ത് തന്നെയുണ്ട്. വിശ്വാസം ഒന്നില്ലേ? ദാ ഉള്ളിലേക്ക് വരാൻ നോക്കിക്കോ. അമ്മാവാ, കണ്ണൻ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അവനെ ഉപയോഗിച്ച് ഞാൻ ഈ സിറ്റി വിട്ട് പുറത്തു പോകുന്നു. തീർച്ചയായിട്ടും ഞാൻ പോലീസിന് പിടികൊടുക്കില്ല. നീ ബുദ്ധിയുള്ളവനാടാ. നീ എങ്ങനെങ്കിലും രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം. അകമ്പുറം ഇരുളായി അലയുന്ന മനുഷ്യ, പകയിൽ പുകയാൻ കടും ആയുധം മുനയായി എരിയുന്ന തീയിൽ അടരായാടാൻ അമറുന്ന വീരിൽ ഉടയുന്നതെല്ലാം ശിവപദമായി താണ്ഡവമാടി ശിലയുടയാനായി കനലെറിയുമ്പോ കരിമേഘങ്ങൾ ചിതറുന്നൊരു പിന്നിൽ പകൽ കത്തിയ വെയിലായി കാലം വെന്തു ചുരുങ്ങാം. ജലശക്തിയിലുയരും തിര പൊട്ടി നിഴൽ മങ്ങ നിഴൽ മങ്ങ നിഴൽ മങ്ങ അഡ്വൈസ് ചെയ്താൽ നിനക്ക് ഇഷ്ടാവില്ലെന്ന് എനിക്കറിയാം. നിന്നെ രക്ഷിക്കാൻ പോകുന്നത് ഞാനാ. അതിൻ്റെ നന്ദി കാണിക്കാനെങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഈ ചുമര് കണ്ടു നീ? ഈ നാട്ടിൽ നീയും നിന്റെ കൂട്ടുകാരും ചെയ്ത പാപങ്ങളാണിതൊക്കെ.
നീ കയ്യിലെടുത്ത ആയുധങ്ങളുടെ പുറകിൽ എത്ര കണ്ണീരും എത്ര കരച്ചിലും ഉണ്ടെന്നറിയോ? ബോസ്, ഓരോരോ ക്രിമിനലും അവന് വേണ്ടി ഒരു കാരണം സൃഷ്ടിച്ച് അതിനെ ന്യായീകരിച്ച് തെറ്റുകൾ ചെയ്യുന്നു. നിനക്കും അതുപോലുള്ള കാരണങ്ങളുണ്ടാവാം, പക്ഷെ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ ഈ നാട്ടിൽ സമൂഹത്തിലുള്ളവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവൻ സമൂഹത്തിന് തന്നെ ആപത്താണ്. ശിക്ഷ കൊടുക്കണം. പേടിക്കണ്ട, നിന്നെ ഒന്നും ചെയ്യില്ല. നിന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ നിന്നൊരു വേഷം കെട്ടിക്കാൻ പോവാ. ഈ വേഷം നിന്നെ കെട്ടിക്കുന്നില്ലെങ്കിൽ ലജ്ജയുണ്ട്. ദേശദ്രോഹം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് വേറെ ഒരു മാർഗവുമില്ല. മറ്റേതെങ്കിലും ക്രിമിനൽ ആയിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ഈ വേഷം നിന്നെ കെട്ടിക്കില്ലായിരുന്നു. പക്ഷേ നീ ഒരു തികഞ്ഞ ഗാന്ധിയന്റെ മകനായിപ്പോയി. അദ്ദേഹത്തിന്റെ ആധിക്യം തീർച്ചയായും നിനക്കുള്ളിലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ വേഷം കെട്ടിക്കുന്നത്. ബോസ്, എന്റെ ഭരതൻ സാറിന്റെ മകൻ പോലീസ് എൻകൗണ്ടറിൽ മരിക്കാൻ പാടില്ല. എത്രയോ പേർക്ക് വിദ്യാഭ്യാസം നൽകി അവരുടെ ജീവിതത്തിൽ ദൈവമായി കൊണ്ടുനടക്കുന്ന എന്റെ ഭരതൻ സാറിന് ഇതൊരു അഭിമാനമല്ല. മനസ്സിലായോ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? പോലീസിന്റെ തോക്കിന്റെ വെടിയുണ്ടയിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നത് മാത്രമല്ല എന്റെ ലക്ഷ്യം. ഇവിടെ ഇരിക്കുന്ന കണ്ണടയ്ക്കും ആ കാണുന്ന തോർത്തിനും ഒരു ബഹുമാനമുണ്ട്. 2ാം ലോകയുദ്ധത്തില് കോടിക്കണക്കിന് ജനങ്ങളെ കൊന്ന ഹിറ്റ്ലറെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. പക്ഷേ ഇന്ത്യയിലെ ഈ മനുഷ്യന്റെ മുന്നിൽ ആൾ തോറ്റുപോയി. കാരണം അഹിംസ. ആ അഹിംസാവാദിയുടെ വേഷമാണ് ഞാൻ നിന്നെ കെട്ടിക്കാൻ പോകുന്നത്. അത് തീർച്ചയായും നിനക്കുള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഗാന്ധിയെ തന്നെ വെടിവെച്ച് കൊന്ന നാടാണിത്. ആ വേഷം ധരിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? വെടിവെക്കില്ല. നാളെ സ്വാതന്ത്ര്യ ദിനമാണ്. ഗാന്ധിയുടെ വേഷമണിഞ്ഞ് നിന്നെ വെടിവെക്കാൻ അവർ മടിക്കും. നിന്നെ ഒരു ക്രിമിനലായി കാണാതെ ഗാന്ധിയായി കാണുന്നുള്ള വിശ്വാസത്തോടെ ഈ വേഷം അണിയിക്കുന്നത്. ബോസ്, കുറച്ച് നേരത്തേക്ക് ആ ഗാന്ധി ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര പേർക്ക് എത്ര അന്യായം നീ ചെയ്തിരിക്കുന്നു. അതിന്റെ വേദന എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. തത്വം പറയണമെന്നാണ് വിചാരിക്കുന്നേ? ഇത് തത്വമൊന്നുമല്ല. നിന്നെ മാറ്റാൻ വേണ്ടി മാത്രമല്ല അതൊക്കെ. എന്റെ വർദ്ധൻ സാർ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് വഴിതെറ്റിപ്പോയ അദ്ദേഹത്തിന്റെ മകന് അഡ്വൈസ് കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. നാളെ നിന്നെ ഈ നാട് കടത്തി ഞാൻ രക്ഷപ്പെടുത്തും. പക്ഷെ പോലീസുകാരുടെ കയ്യിൽ നിന്നും നാളെ നീ രക്ഷപ്പെടുകയില്ലയോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഒരു പക്ഷെ അങ്ങനെ വല്ലതും സംഭവിച്ചാ എന്റെ സ്വന്തം ഭരതൻ സാറിന്റെ മകന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള കുറ്റബോധം എന്നെ അലട്ടിക്കൊണ്ടിരിക്കും. അത് മനസ്സിലാക്ക് ബോസ്. ആയുധം കയ്യിലെടുക്കുന്നവന് 1000 ദൈവങ്ങളാണ്. പക്ഷെ അഹിംസാവാദിക്ക് ഗാന്ധിയാണ് ദൈവം. നമസ്കാരം. ഇതില് പല ദേശത്തിലെ നായകന്മാർ ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുണ്ട്. ഗാന്ധിയുടെ ഓട്ടോഗ്രാഫ് മാത്രമില്ല. ഒരു ഓട്ടോഗ്രാഫ് തരുമോ? എത്രയോ പേർ എത്രയോ വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഗാന്ധിയുടെ വേഷം കെട്ടിയ ആളെ ഇന്നാണ് കാണുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് ഗാന്ധിയെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ കുറവാണ്. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വേഷത്തിൽ നിങ്ങളൊരു പുണ്യാത്മാവായിരിക്കുകയാണ്. ഞാനോ?
സാർ, തെറ്റായി കരുതരുത്. ദേശീയ പതാക സാറിന് പകരം ഗാന്ധിജി ഉയർത്തട്ടെ. ബോസ്, നീ ദേശീയ പതാക ഉയർത്തണമെന്ന് അദ്ദേഹം പറയുന്നത്. ചെല്ല്. ഞാനോ? പതാക ഉയർത്ത് ബോസ്. ബോസിനെ ഗാന്ധിയാക്കിയല്ലോ. എന്റെ മോനൊരു വലിയ റൗഡിയാണെങ്കിലും സമുദായം അംഗീകരിക്കുന്ന രീതിയിൽ നീ ചെയ്തല്ലോ കണ്ണ. വളരെ നന്ദിയുണ്ട്, ഞാൻ മറക്കില്ല. കണ്ണാ, ഞാൻ ദേശീയ പതാക ഉയർത്താൻ പാടില്ല. എനിക്ക് അർഹതയില്ല. ഞാൻ പോലീസിൽ സറണ്ടർ ആവാൻ പോവാണ്. ഇവൻ പെട്ടെന്ന് നന്നാവാൻ തീരുമാനിച്ചോ? എങ്കിൽ ഞാൻ കുടുങ്ങുമല്ലോ. ഒരു കാലത്ത് ഇവൻ തെറ്റായി ജീവിച്ചവനാ. പക്ഷെ നന്നാവാൻ തീരുമാനിച്ചപ്പോൾ ഇങ്ങനെ പറ്റിയല്ലോ.